കർത്താവിൻ്റെ നാമത്തിന് വീണ്ടും സ്തോത്രം ചെയ്യുന്നു. परमेश्वर के नाम की महिमा हो. ദൈവവചന ധ്യാനത്തിനായിട്ട് തുടർന്നുള്ള സമയങ്ങൾ നാം വേർതിരിക്കുകയാണ്. आगे कुछ समय जो है परमेश्वर के वचन से मनन करेंगे. പ്രാർത്ഥനാപൂർവ്വം കർത്താവിൻ്റെ വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് തിരിക്കാം. प्रार्थना के साथ जो है परमेश्वर के वचन की तरफ हमारे मनों को बांटेंगे. നമ്മുടെ ധ്യാനത്തിനായിട്ട് 19-ാം സങ്കീർത്തനം അതിൻ്റെ 1-ാം വാക്യം വായിക്കുവാൻ താല്പര്യപ്പെടുന്നു. Psalms 19 verse 1. आज जो है हम भजन संगीता 19 उसका पहला वचन पढ़ेंगे. നാം ഇങ്ങനെ വായിക്കുന്നു: ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. और वहाँ पर ऐसा लिखा गया है, आकाश परमेश्वर की महिमा का वर्णन कर रहा है और आकाश मंडल उसकी हस्तकला को प्रकट कर रहा है. ഈ അനുഗ്രഹിക്കപ്പെട്ടതായ ദൈവവചനത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. इस आशीष भरे वचन के लिए परमेश्वर की स्तुति करते हैं. ഈ വചനത്തോട് ചേർന്ന് ദ ഗ്ലോറി ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ മഹത്വം അഥവാ ദൈവത്തിൻ്റെ തേജസ്, ഈ വിഷയത്തെക്കുറിച്ച് നാം അല്പമായി ധ്യാനിപ്പാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. और इसी वचन को लेते हुए हम परमेश्वर की महिमा अथवा उसकी तेजस कितनी महान है ये बारे में हम सीखेंगे, पढ़ेंगे थोड़ा. ഇവിടെ ദൈവത്തിൻ്റെ മഹത്വം എന്നുള്ളതായ ഒരു പദം നമുക്ക് പ്രത്യേകമായി ശ്രദ്ധിക്കുവാൻ കഴിയും. और यहाँ पर एक पद ऐसा उपयोग किया गया है, परमेश्वर की महिमा. ആമേൻ. ഇത് ഈ പദം അഥവാ ഗ്ലോറി, ഇറ്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ലാറ്റിൻ വേർഡ് ഗ്ലോറിയ. അതിൻ്റെ അർത്ഥം, ഇറ്റ്സ് മീനിങ് ഈസ് ഫെയിം ഓർ റിനൗൺ. और ये जो महिमा अथवा ग्लोरी जो इंग्लिश में टर्म है उसको लैटिन में से लेकर आ गया है. उसका मतलब ये हुआ फेम, അതായത് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് ഗോഡ്സ് പ്രസൻസ്. परमेश्वर के प्रेजेंस के बारे में जो मतलब बता रहा है उसको दिखा रहा है ये वर्ड. ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ വെളിപ്പാട് എന്നുള്ളതാണ് നമുക്കവിടെ പ്രത്യേകമായി ശ്രദ്ധിക്കുവാൻ കഴിയുന്നത്. और उसका ये मतलब हुआ करके परमेश्वर के महिमा, उसका प्रेजेंस कैसा है ये मतलब होता है. ദൈവത്തിൻ്റെ മഹത്വം എന്ന് പറഞ്ഞാൽ നാം പ്രത്യേകമായി ശ്രദ്ധിക്കുമ്പോൾ ദിസ് ഈസ് ദ റെവലേഷൻ ഓഫ് ഗോഡ്സ് ബീയിങ്, നേച്ചർ ആൻഡ് ഹിസ് പ്രസൻസ് ടു मैनकाइंड. और ये महिमा, परमेश्वर की महिमा, उसका मतलब ऐसे हम समझते करके परमेश्वर का प्रेजेंस कैसा है, वो इंसान के लिए वो कैसा प्रेजेंट रहता है. ദൈവം മഹത്വവാനാണ്. परमेश्वर जो है महिमा के योग्य है. ദൈവം ആരായിരിക്കുന്നു, ദൈവം എന്തായിരിക്കുന്നു എന്നുള്ളതിൻ്റെ വെളിപ്പെടുത്തലാണ് മഹത്വം എന്നുള്ളത് കൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. और महिमा से हमें ये समझना है करके परमेश्वर कौन है और कैसा है. ഭൂമിയിൽ മഹത്വമുള്ള അല്ലെങ്കിൽ മഹത്വം പ്രാപിച്ച മഹാന്മാരായി തീർന്ന അനേക ആളുകളെ, മനുഷ്യരെ നമുക്ക് കാണുവാൻ കഴിയും. हम धरती पर जो है अनेक इंसानों को देख सकते हैं जो महान हो गए, जिसके पास बहुत सारी महिमा उन्होंने पाया है. അവരെല്ലാം മഹാന്മാരായി തീർന്നത് അവരുടെ മഹത്വം അവർ നേടിയെടുത്തതായ ഒന്നാണ്. और ये सारे व्यक्ति अथवा जो इंसान महान इसलिए बने क्योंकि उन्होंने अपने लिए कुछ तो पाया है, वो महिमा को पाया है. അവരുടെ അധ്വാനത്തിലൂടെ, അവരുടെ പരിശ്രമത്തിലൂടെ അവർ മഹത്വം നേടിയെടുക്കുവാനിടയായി. ये सारा महिमा अथवा ग्लोरी इन इंसानों इसलिए पाया क्योंकि उन्होंने अपने मेहनत और उनके परिश्रम से पाया है. അനേക ധനവാന്മാർ അവരുടെ ധനസമ്പത്തിയിൽ മഹത്വമുള്ളവരായി. बहुत सारे धनी लोग हैं जो अपने धन संपत्ति पे महिमा पाते हैं. അറിവിൽ മഹത്വമുള്ളവരുണ്ട്. बुद्धि और ज्ञान से महिमा पाने लोग हैं. കഴിവുകളിൽ പ്രത്യേക താലന്തുകളിൽ മഹത്വം മഹാന്മാരായി തീർന്നവരുണ്ട്. स्पेशल टैलेंट्स होने वाले कई सारे लोग हैं जिनको अपनी महिमा पाया है. വിദ്യാഭ്യാസത്തിൽ, അറിവിൽ, ജ്ഞാനത്തിലൊക്കെ ഉന്നതന്മാരായ മഹത്വവാന്മാരായ ജ്ഞാനികൾ ആളുകൾ അവരുടെ പരിശ്രമത്തിലൂടെ നേടിയെടുത്ത നേട്ടങ്ങളാണത്. एजुकेशन में और पढ़ाई लिखाई में जो है अपने परिश्रम के साथ लोगों ने महिमा पाया है. എന്നാൽ ദൈവത്തിൻ്റെ മഹത്വം എന്നുള്ളത് അത് നേടിയെടുത്തതായ ഒന്നല്ല. ദൈവം മഹത്വവാനായ ദൈവമാണ്. ആ ദൈവത്തിൻ്റെ മഹത്വം, ദൈവം ആരായിരിക്കുന്നു, ദൈവം എന്തായിരിക്കുന്നു എന്നുള്ളത് വെളിപ്പെടുത്തുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. और परमेश्वर ने कोई परिश्रम किया अथवा मेहनत करके उन्होंने अपनी महिमा नहीं पाया, बल्कि परमेश्वर पहले से महिमा था और सिर्फ महिमा को प्रकट कर रहा है. ആമേൻ. ദൈവം സകല സൃഷ്ടികൾക്കും കാരണഭൂതനായവനാണ്. और परमेश्वर जो है सबकी रचना करता है. അവൻ സർവജ്ഞാനിയും സർവവ്യാപിയും സർവശക്തനുമായ ദൈവമാണ്. परमेश्वर सबसे महान है, शक्तिशाली है, सबसे ज्ञानी है. ഈ പദങ്ങളെല്ലാം ദൈവത്തിന്റെ മഹത്വത്തെ വെളിപ്പെടുത്തുന്നതാണ്. ये जितने भी पद अभी उपयोग किए गए ये सब परमेश्वर की महिमा को दिखा रहे हैं. വിശുദ്ധ തിരുവചനം നാം പഠിക്കുമ്പോൾ ദൈവം തന്റെ മഹത്വത്തെ വെളിപ്പെടുത്തിയ अनेक संदर्भങ്ങൾ നമുക്ക് കാണുവാൻ തക്കവണ്ണം जब हम वचन से पढ़ते हैं परमेश्वर अपनी महिमा को कई कई जगह पे प्रकट करते हैं. ഉൽപ്പത്തി പുസ്തകം
ആദ്യത്തെ ഭാഗങ്ങളിലേക്ക് അഥവാ 1-2 അധ്യായങ്ങളിലേക്ക് നാം കടന്നു പോകുകയാണെങ്കിൽ അവിടെ സൃഷ്ടിപ്പിനെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും. उत्पत्ति के पुस्तक पहले अध्याय दूसरा अध्याय में हम ये पढ़ते करके परमेश्वर ने कैसे लोगों की रचना की. ലോക സൃഷ്ടിയെ കുറിച്ചാണ് അവിടെ ആ ഭാഗങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. दुनिया के रचना के बारे में लिखा गया है. ഈ ഭൂമിയെയും ആകാശത്തെയും ദൈവം സൃഷ്ടിക്കുവാനിടയായി. दुनिया को और उसकी आकाश को परमेश्वर ने रचा. ആകാശത്തിലും ഭൂമിയിലുമുള്ള സകലത്തെയും ദൈവം आकाश और സൃഷ്ടിക്കുവാനിടയായി. पृथ्वी पर जो भी जीव जंतु है सबको रचना किया. സമുദ്രത്തെ ദൈവം സൃഷ്ടിക്കുവാനിടയായി. समुद्र को क्रिएट किया. സമുദ്രത്തിലുള്ള സകലത്തെയും അവൻ और സൃഷ്ടിക്കുവാനിടയായി. समुद्र के अंदर वास करने वाले सारे चीजों को रचा. നാം ഈ ചരിത്രം പഠിക്കുമ്പോൾ जब हम ये इतिहास पढ़ते हैं, ദൈവത്തിന്റെ അതുല്യമായ ജ്ഞാനം, ശക്തി, Hallelujah. അധികാരം ഇവയെ നമുക്ക് ദർശിക്കുവാൻ കഴിയും. और यहाँ पर जो है परमेश्वर के पास ऐसा ज्ञान है, ऐसा शक्ति और सामर्थ्य जो कोई तुलना नहीं कर सकते. അവനോട് തുല്യം ചെയ്യുവാൻ ആരുമില്ല എന്ന് നാം സമ്മതിക്കേണ്ടി വരും. और हमें ये कहना पड़ेगा कि परमेश्वर के तुल्य कोई नहीं. ഇയ്യോബിന്റെ പുസ്തകം 38 മുതൽ 41 വരെയുള്ള അധ്യായങ്ങൾ നാം പഠിക്കുകയാണെങ്കിൽ अगर हम आयुब के पुस्तक 38 से लेके 41 जब पढ़ते हैं, വളരെ വ്യക്തമായി ദൈവത്തിന്റെ സൃഷ്ടിയുടെ മാഹാത്മ്യത്തെ കുറിച്ച് അവിടെ और वहाँ രേഖപ്പെടുത്തിയിട്ടുണ്ട്. पर परमेश्वर की रचना में जो महिमा पाता है उसके अच्छे तरह से वर्णन की गई है. ആകാശത്തിലും ഭൂമിയിലുമുള്ള സകലത്തെയും ദൈവം സൃഷ്ടിച്ചവനാണെന്നും ആ സൃഷ്ടികൾക്ക് Amen. തുല്യം Hallelujah. ചെയ്യുവാൻ അവന്റെ അപാരമായ ശക്തിക്ക്, Hallelujah. അറിവിന്, കഴിവുകൾക്ക് തുല്യം ചെയ്യുവാൻ ഭൂമിയിൽ ആരുമില്ല, ഒന്നുമില്ല എന്ന് താൻ വളരെ വ്യക്തമായി പ്രഖ്യാപിക്കുന്നു. और वहाँ पर एकदम अच्छी तरह से वर्णन की गई, जो भी चीजों को रचना किया है, धरती पर हो, आकाश में हो, उसकी तुलना करने के लिए कोई योग्य नहीं. അനേക ചോദ്യങ്ങളിലൂടെയാണ് താൻ സംസാരിച്ചിട്ടുള്ളത്. और जो परमेश्वर जो है अनेक प्रश्नों के साथ बात करते हैं. ഇയ്യോബ് അനേക ചോദ്യങ്ങളിലൂടെയാണ് അവിടെ ആ കാര്യം വെളിപ്പെടുത്തുന്നത്. सॉरी, आयुब जो है अनेक प्रश्नों के साथ जो है बात करता है. സമുദ്രത്തിന് അതിരിട്ടവനാർ, समुद्र के जो बाउंड्रीज किसने बनाए हैं, ആകാശത്തിലെ നക്ഷത്രങ്ങളെ അതിന്റെ സഞ്ചാരപഥങ്ങളിലാക്കുകയും അവയ്ക്ക് പേരിടുകയും പേർ വിളിക്കുകയും ചെയ്യുന്നവനാർ, आकाश के सितारों को जो है कैसे नाम लेकर कौन बुलाता है, ഭൂമിയെ നാസ്തിത്വത്തിന്മേൽ നിർത്തിയിരിക്കുന്നവനാർ, पृथ्वी को ऐसे स्थिर किसने खड़ा किया है, ആകാശത്തെ വിരിച്ചവനാർ, परमेश्वर ने आकाश को कैसे फैला कर रखा है, പർവ്വതത്തെ ആമേൻ ഉറപ്പിക്കുകയും ആമേൻ അവയെ നിലനിർത്തുകയും ചെയ്യുന്നവനാർ, पर्वतों को ऐसा स्थिर कैसे रखा गया है, സകല മൃഗങ്ങളെയും ആമേൻ ജന്തുജാലങ്ങളെയും നിർമ്മിച്ചവനാർ, അവയ്ക്ക് ആമേൻ ഭക്ഷണം കൊടുക്കുന്നവനാർ, पर सारे जीव जंतुओं को ऐसे स्थिर रखने वाला, चलाने वाला, भोजन देने वाला कौन है. ഇങ്ങനെ അനേക ആമേൻ കാര്യങ്ങൾ നമുക്ക് ആ പുസ്തകത്തിൽ പ്രത്യേകമായി പഠിക്കുവാൻ തക്കവണ്ണം കഴിയും. और ऐसे ही आयुब के पुस्तक से ऐसे कई सारे बातें हम सीख सकते हैं. ആ കാര്യങ്ങളെല്ലാം ആമേൻ ചോദ്യരൂപേണയാണ് और അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ये सारे बातें जो है एक प्रश्न के समान बताया गया है. എന്നിട്ട് താൻ ചോദിക്കുകയാണ്, അല്ലെങ്കിൽ ദൈവം, സർവശക്തനായ ദൈവം ഈ ആമേൻ, കാര്യങ്ങളെല്ലാം ഹല്ലേലൂയ. ആമേൻ ഇയ്യോബിന് വെളിപ്പെടുത്തിയിട്ട് ഇയ്യോബിനോട് ചോദിക്കുകയാണ്, നിനക്കിതിന് മറുപടി പറയുവാൻ और കഴിയും? ये सारे बातें जो है परमेश्वर आयुब को बताता है, और परमेश्वर उससे पूछ सकता है, क्या उसका उत्तर तू दे सकता है. ആമേൻ അനേക ചോദ്യങ്ങൾ ഇയ്യോബിന്റെ ആമേൻ മുൻപിലുണ്ടായിരുന്നു. अनेक प्रश्न जो है आयुब के पास थे. പക്ഷെ സർവശക്തനായ ദൈവത്തിന്റെ ആമേൻ, മഹത്വത്തെ കുറിച്ചുള്ളതായ ആമേൻ വിശദീകരണം കേട്ടുകഴിഞ്ഞപ്പോൾ ഇയ്യോബ് പറഞ്ഞത് ഇപ്രകാരമാണ്, ദൈവമേ, ഹല്ലേലൂയ. നിന്നെക്കുറിച്ച് ഒരു കേൾവി മാത്രമേ ഞാൻ കേട്ടിരുന്നുള്ളൂ. और अनेक प्रश्नों के बाद आयुब ने ऐसे उत्तर दिया करके, हे परमेश्वर, तेरे सिर्फ वाणी को मैंने सुना है, तेरे बारे നിനക്ക് में सिर्फ सुना है സകലതും मैंने. കഴിയും എന്ന് ഞാൻ അറിയുന്നു. और मैं जानता हूं करके तेरे लिए सब कुछ काबिल है, सब कुछ कर सकता നിന്റെ है. ഉദ്ദേശമൊന്നും അസാധ്യമാകയില്ല എന്ന് ഞാൻ तेरे അറിയുന്നു. मन के विचार, तेरे उद्देश्य जो है कभी असंभव नहीं रहेंगे. നീ അറിവുകൂടാതെ ആലോചനയെ മറിച്ചു കളയുന്നവനാണ്. और तू ज्ञान को और सोचे बिना ही तो हमारे मनों को ढक देता है. ആമേൻ, ഞാൻ പലതും തിരിച്ചറിയാതെ പറഞ്ഞുപോയി. और मैं जो है अनजाने में बहुत कुछ बोल चुका हूँ. നിന്നെക്കുറിച്ച് ഒരു കേൾവി മാത്രമേ ഞാൻ കേട്ടിരുന്നുള്ളൂ. और मैंने सिर्फ एक वाणी सुनी है तेरे बारे में. ഇപ്പോഴോ എന്റെ കണ്ണാൽ നിന്നെ കാണുന്നു. और आज मैं मेरे आंखों से मैं तुम्हें देख रहा हूँ. ഹല്ലേലൂയ. ആമേൻ, നോക്കൂ, ഹല്ലേലൂയ. ഇവിടെ ഈ അധ്യായങ്ങളിൽ ദൈവം Thank you, Jesus. ഇയ്യോബിനോട് ചോദിച്ചതായ ശക്തമായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുവാനില്ലാതെ ഇയ്യോബ് Amen. ദൈവത്തിന്റെ Hallelujah. സന്നിധിയിൽ Thank you, Lord. ആമേൻ സമർപ്പിതനായിട്ട് പറയുന്നു, ദൈവമേ, നിനക്ക് Thank you, സകലതും Jesus. കഴിയും, നിന്റെ മഹത്വം ആമേൻ അത് Amen. ഉന്നതമാണ്, തുല്യം ചെയ്യുവാൻ മറ്റൊന്നും അതിനോടില്ല. और इतने सारे प्रश्न पूछने के बाद आयुब ऐसे कहता है करके, परमेश्वर, तेरी जो तुलना कभी नहीं कर सकती, वो सब कुछ कर सकता है, तेरे लिए कुछ असंभव नहीं. നോക്കണമേ, ദൈവത്തിന്റെ Amen. Hallelujah. സൃഷ്ടിപ്പിൻ വേലയിൽ
തന്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ തക്കവണ്ണമിടയായി. परमेश्वर जो भी सृष्टि करता है उसमें अपनी महिमा को दिखाता है. ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു എന്ന് നാം വായിച്ചു. और हमने पढ़ा करके आकाश कैसे परमेश्वर की महिमा को दिखाता है. ആകാശവിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു എന്ന് നാം വായിച്ചു. और आकाश मंडल जो है उसके हाथ के कामों को प्रकट करती है. ഈ വാക്യങ്ങളിലൂടെല്ലാം നമുക്ക് കാണുവാൻ കഴിയുന്നത് ദൈവം സാധാരണ വ്യക്തിയല്ല, ഒരു മഹാൻ മഹത്വവാനുമായ ദൈവമാണ് എന്നുള്ളതാണ്. और इन वचनों से हमें ये पता चलता है करके परमेश्वर कोई साधारण नहीं बल्कि महान और महिमा देने वाला परमेश्वर है. രണ്ട് മാനവരാശിയുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് ഉൽപ്പത്തി പുസ്തകത്തിൽ നാം കാണുന്നുണ്ട്. और उत्पत्ति के पुस्तक में जो है इंसान की कैसी सृष्टि की थी ये भी लिखा गया है. ദേഹി ആത്മാവിനാൽ ആമേൻ സൃഷ്ടിക്കപ്പെട്ടതായ മനുഷ്യൻ, और शरीर और आत्मा के साथ रचा गया इंसान ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവനായ परमेश्वर के മനുഷ്യൻ, स्वरूप में रचा गया इंसान. ആ മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ദൈവവചനത്തിൽ അനേക ഇടങ്ങളിൽ ആമേൻ അവന്റെ മഹത്വത്തെ ആമേൻ വർണ്ണിക്കുവാനിടയായി. और मनुष्य को रचने के बाद जो है परमेश्वर अपनी महिमा को कई जगह पे प्रकट करता है. നമുക്കറിയാം ദൈവ സൃഷ്ടിയുടെ മണിമകുടമായ അല്ലെങ്കിൽ ഏറ്റവും ശ്രദ്ധേയമായ ആമേൻ ഒരു സൃഷ്ടിപ്പായിരുന്നു മനുഷ്യന്റെ സൃഷ്ടിപ്പ് എന്നുള്ളത്. हम जानते करके रचना करने में जो है सबसे श्रेष्ठ रचना जो है इंसान की रचना हुई है. ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ് അവനെ സൃഷ്ടിക്കുവാനിടയായി. और इंसान को जो है परमेश्वर के स्वरूप में रचा गया है. ആമേൻ. ദാവീദ് 139 സങ്കീർത്തനത്തിൽ മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് പാടിയിരിക്കുന്ന ചില ഭാഗങ്ങൾ നമുക്ക് ശ്രദ്ധിക്കുവാൻ और കഴിയും. दाऊद राजा जो है भजन संगीता 139 में इंसान के रचना के बारे में कुछ गाता है. 13 മുതൽ ഇങ്ങനെയാണ് വായിക്കുന്നത്. उसके 13वें वचन से ऐसा लिखा गया है. നീയല്ലോ എന്റെ അന്തരംഗത്തെ നിർമ്മിച്ചത്. और वहां पे लिखा गया कि हे मेरे मन के स्वामी तू ही है और तूने ഓ എന്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു. और तूने मुझे अपने माता के गर्भ में रचा है. ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കുന്നു. और एकदम भयंकर रूप से तूने अद्भुत रूप से मेरी रचना की गई है. സ്തോത്രം ചെയ്യുന്നു, നിന്റെ പ്രവൃത്തികൾ അത്ഭുതകരമാകുന്നു. और मैं तेरे कामों से जो है आश्चर्यचकित हूं. അത് എന്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു. और ये जो है मेरा मन अच्छी तरह से जानता है. രഹസ്യത്തിൽ ഉണ്ടാക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാഗങ്ങൾ നിർമ്മിക്കപ്പെടുകയും ചെയ്തപ്പോൾ എന്റെ അസ്ഥികൂടം നിനക്ക് മറവായിരുന്നില്ല. ഞാൻ പിണ്ടാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണ് എന്നെ കണ്ടു. നിയമിക്കപ്പെട്ട നാളിൽ ഒന്നുമില്ലാതിരുന്നപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു. जब मैं गुप्त बातों को बनाया करता था, पृथ्वी के नीच स्थान में रचा जाता था, वहां पर मेरी हड्डियां से छुपी नहीं थी. तेरे आंखों ने मेरे बैदल को तत्व होते हुए देखा और मेरे सब अंग के दिन दिन बातें जानता रहता, रचना जानने वाला पहला. ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവനായ ദൈവം, आकाश को और पृथ्वी को रचना करने वाला परमेश्वर, സകല ജന്തു ചരാചരങ്ങളെയും സൃഷ്ടിച്ചവനായ उसमें वास करने वाले सारे जीव जंतु को रचना करने वाला परमेश्वर, ആകാശത്തിലെ സകല നക്ഷത്രങ്ങളെയും സൃഷ്ടിച്ചവനായ आकाश के ദൈവം, सारे तारों सितारों को रचना करने वाला സമുദ്രത്തിന് परमेश्वर, അതിരിട്ടവനായ ദൈവം, समुद्र को जो है बाउंड्री देने वाला परमेश्वर, പർവ്വതത്തെ വെള്ളിത്തുലാസുകൊണ്ട് തൂക്കുന്നവനായ ദൈവം, पर्वत को जो है तोल कर देखने वाला परमेश्वर, ഭൂമിയിലെ മണ്ണിനെ ആമേൻ ഭൂമിയെ ആമേൻ നാഴിയിൽ കൊള്ളിക്കുന്നവനായ മനുഷ്യൻ, भूमि के जो मिट्टी को जो है अपने हाथों में पकड़ने वाला परमेश्वर, സമുദ്രത്തെ അതിന്റെ ഭണ്ഡാരഗ്രഹത്തിൽ ആമേൻ സംഗ്രഹിക്കുന്നവനായ ദൈവം, समुद्र के पानी को जो है से भंडार में रखने वाला परमेश्वर. ഹല്ലേലൂയ. आमेन. കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്കും കാട്ടിലെ മൃഗങ്ങൾക്കും ആറ്റിലെ മത്സ്യങ്ങൾക്കും അതതിന്റെ ആഹാരം കൊടുക്കുന്നവനായ ദൈവം, रोने वाले चिड़िया को जो हर जैव जंतु जंगली जानवरों को अपना भोजन देने वाला परमेश्वर. ആമേൻ. ഈ വിശ്വത്തിന്റെ സൃഷ്ടിപ്പിലൂടെ ദൈവം തന്റെ മഹത്വത്തെ വെളിപ്പെടുത്തുവാനിടയായി. इस विश्व मंडल की सृष्टि के साथ जो है परमेश्वर अपनी महिमा को प्रकट कर रहा है. ആർക്കും നിഷേധിക്കുവാൻ കഴിയാത്ത നിലയിൽ ദൈവം തന്റെ ജ്ഞാനത്തെ മഹത്വത്തെ ഈ സൃഷ്ടിപ്പിലൂടെ और വെളിപ്പെടുത്തുവാനിടയായി. एक भी ऐसा कोई क्वेश्चन नहीं कर सकता कि परमेश्वर की महिमा, उसकी बुद्धि और ज्ञान कितनी बड़ी है. ആരോടും തുല്യം ചെയ്യുവാൻ കഴിയാത്ത നിലകളിൽ ദൈവം തന്റെ പ്രവർത്തികൾ ഏറ്റവും മനോഹരമായും പൂർണ്ണതയോടും ചെയ്യുവാനിടയായി. परमेश्वर हर रचना को जो हर कामों को इतना श्रेष्ठ करता है करके कोई उसकी तुलना नहीं कर सकता. സകലത്തിലും ഉപരിയായി തന്റെ കരസൃഷ്ടികളാകുന്ന മനുഷ്യനിലൂടെ സാക്ഷാൽ ദൈവത്തിന്റെ മഹത്വം ലോകത്തിന് ദൈവം വെളിപ്പെടുത്തുവാനിടയായി. और इन सब चीजों से बढ़कर जो है इंसान को जो अपने हाथों से बना है, उससे जो है परमेश्वर दुनिया को अपनी महिमा प्रकट करता है. ഹല്ലേലൂയ. आमेन. ഈ ഭാഗങ്ങൾ നാം ശ്രദ്ധിക്കുമ്പോൾ ദൈവം ആര് എന്നുള്ളത് ഒന്നുകൂടെ നമുക്ക് ഗ്രഹിക്കുവാൻ തക്കവണ്ണം जब ഇടയായി. ये वचन हम पढ़ते हैं तो यहाँ पर वापस ध्यान देना करके परमेश्वर कौन है. വീണ്ടും നാം ശ്രദ്ധിക്കുമ്പോൾ ഈ മഹത്വം
മനുഷ്യ ജീവിതത്തിൽ അല്ലെങ്കിൽ മനുഷ്യന് വേണ്ടി തൻ്റെ ജനത്തിനു വേണ്ടി എപ്പോഴൊക്കെ വെളിപ്പെടുവാനിടയായി തീർന്നിട്ടുണ്ട്. और ये जो महिमा है वापस हमें जानना है करके परमेश्वर ने कब कब कहाँ कहाँ इसको प्रकट किया है. ഞാൻ ആ ഭാഗം ചിന്തിച്ചപ്പോൾ എൻ്റെ ചിന്തയിലേക്ക് വന്നത് ഇസ്രായേൽ ജനത്തിൻ്റെ മരുഭൂമി യാത്രയാണ് ആദ്യമായിട്ട് എൻ്റെ ചിന്തയിലേക്ക് വരുവാനിടയായി. जब मैं इस विषय के बारे में सोच रहा था तो इजराइल को जो राजस्थान से चला है, जंगलों से चला है, ये मेरे मन में आया. അതിനു മുൻപുള്ള ചരിത്ര ഭാഗങ്ങളെല്ലാം നാം ശ്രദ്ധിക്കുമ്പോൾ അവിടെയെല്ലാം ദൈവത്തിൻ്റെ മഹത്വം അതാത് കാലഘട്ടങ്ങളിൽ ജനത്തിനു വേണ്ടി മനുഷ്യന് വേണ്ടി തൻ്റെ സൃഷ്ടിക്കു വേണ്ടി വെളിപ്പെടുത്തിയിട്ടുള്ളത് തിരുവചന ചരിത്രങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. और उसके पहले भी इतिहास ने एकदम अच्छी तरह से दिखाया करके परमेश्वर समय समय पर इंसानों को जो है अपनी महिमा को प्रकट करता था. ഓരോ കാലഘട്ടങ്ങൾ അഥവാ ഓരോ ഏജസ് നാം പരിശോധിക്കും അവിടെയെല്ലാം ദൈവം തൻ്റെ മഹത്വം വെളിപ്പെടുത്തുകയും അതിനെ കൈകാര്യം ചെയ്യുവാനും അതിനെ കൈമാറ്റം ചെയ്യുവാനും ലോകത്തിന് പരിചയപ്പെടുത്തുവാനും ഓരോ ലീഡേഴ്സിനെ നേതാക്കന്മാരെ ആമേൻ ദൈവം കാത്തുരക്ഷിക്കുകയും ചെയ്തത് തിരുവചന ചരിത്രത്തിൽ നമുക്ക് परमेश्वर अपनी महिमा को प्रकट करने के लिए हर एक एज में हर एक समय में जो है एक एक व्यक्ति को चुनता था, एक अलग अलग लीडर्स को चुनता था और परमेश्वर उनके तरफ से जो है अपनी महिमा को प्रकट करता था. ഇവിടെ ഏതാണ്ട് 430 വർഷങ്ങൾ ആമേൻ മിസ്രൈമിലെ അടിമവാസം കഴിഞ്ഞ് മടങ്ങി വരുന്ന ഇസ്രായേൽ ജനത്തിന്റെ ചരിത്രമാണ് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത്. और हम इतिहास जानते करके करीबन 430 साल के बाद जो है इस्राएल गुलामी से छुटकर निकल कर आती है. മിസ്രൈമിലേക്ക് പോയതായ ഇസ്രായേൽ മക്കൾ ആമേൻ യോസഫിനെ അറിയാത്ത ഒരു ഫറവോയുടെ കാലഘട്ടങ്ങളിൽ അവർ അടിമകളായി മാറുവാനിടയായി. और मिस्र के देश जाने वाले इस्राएल के सारे बच्चे जो है ऐसा एक समय आ गया जहां पर एक फरो जो यूसुफ को नहीं जानता था, ഒരിക്കലും അവരെ വിട്ടയക്കുകയില്ല എന്ന് വെല്ലുവിളിച്ച ഫറവോന്റെ ഇരുമ്പ് ആമേൻ ചങ്ങലകൾക്കുള്ളിൽ നിന്ന് ഇരുമ്പ് മുഷ്ടികൾക്കുള്ളിൽ നിന്ന് ആമേൻ ദൈവം അവരെ പുറത്തു കൊണ്ടുവരുവാനിടയായി. और फरो ने ऐसी चुनौती दी करके इनको कभी नहीं छोड़ने वाला, हमेशा गुलामी रखूंगा, उनको जंजीरों से परमेश्वर ने कैसे छुड़ाया. അനേക അത്ഭുതങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയും ദൈവം തന്റെ മഹത്വം ആ ജാതീയ ദേശത്ത് വെളിപ്പെടുത്തുവാനിടയായി. और परमेश्वर ने अनेक चिन्ह और चमत्कारों को दिखाकर परमेश्वर ने अपनी महिमा को उस अन्य जाति के देश में दिखाया. അവരെ കൊണ്ട് അംഗീകരിപ്പിച്ചു ആമേൻ ഇസ്രായേൽ മക്കളുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്, യഹോവയായ ദൈവം ജീവിക്കുന്നു എന്ന് അവരെ കൊണ്ട് അംഗീകരിപ്പിക്കുവാനിടയായി. और फरो और उनके लोगों को ये बता दिया करके साबित कर दिया करके इस्राएल का परमेश्वर जो है जीवित परमेश्वर है. ഒടുവിലായി ചെങ്കടലിൽ ഫറവോനെയും സൈന്യത്തെയും മുക്കി കൊല്ലുമ്പോൾ അല്ലെങ്കിൽ അവർ മുങ്ങി മരിക്കുമ്പോൾ അവിടെയും നമുക്ക് കാണുവാൻ കഴിയുന്നത് ദൈവം ആമേൻ ഇസ്രായേലിന്റെ ദൈവം മഹത്വവാനെന്ന് ആമേൻ മിസ്രൈമിനെ വെളിപ്പെടുത്തുവാനിടയായി. और एकदम आखिर में जो है लाल समुद्र में कैसे फरो और उसकी सेना उसमें डूब मरती है, वहां पर भी ये प्रकट होता है करके परमेश्वर की महिमा और इस्राएल का परमेश्वर कितना महान है. അങ്ങനെ കടന്നു വരുന്നതായ ഇസ്രായേൽ മക്കൾ ऐसा यात्रा कर कर आने वाले इस्राएल के सारी प्रजा മരുഭൂമിയിൽ പല സന്ദർഭങ്ങളിലായി ദൈവത്തിന്റെ മഹത്വം കാണുകയാണ്. और राजस्थान की इस यात्रा में जो है परमेश्वर की महिमा को अलग अलग जगह पे प्रकट होता है और ये देखते हैं. പുറപ്പാട് പുസ്തകം 16-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം 10-ാം വാക്യം ഒക്കെ നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ മേഘത്തിൽ വെളിപ്പെട്ട ദൈവ തേജസ്സിനെ കുറിച്ച് കാണുവാൻ കഴിയും. निर्गमन का पुस्तक उसका 16वां अध्याय उसके उसने वचन में लिखा करके परमेश्वर की महिमा कैसे बादलों में दिखाई देती है. നമുക്കറിയാം അഗ്നിമേഘ സ്തംഭങ്ങൾ ആമേൻ ഇസ്രായേൽ മക്കൾക്ക് വഴികാട്ടിയായി മരുഭൂമിയിൽ അവർക്ക് അഭയമായി ആശ്രയമായിരുന്നു. एक फायर पिलर बनकर जो है परमेश्वर अब इस्राएल को राजस्थान से कैसे चलाते गए. ആമേൻ മരുഭൂമിയിലെ ചൂടയേറ്റ് ജനം തളർന്നു പോകാതെ ആമേൻ അവൻ മേഘസ്തംഭമായി ജനത്തിനു വേണ്ടി കടന്നു വരുവാനിടയായി. और इस राजस्थान के जो गर्मी लगकर लोग गिर ना जाए इसलिए परमेश्वर एक बादल के समान हमेशा उनके साथ रहा. മരുഭൂമിയിലെ കൂരിരുളിൽ അവർ ആമേൻ ആമേൻ വഴി കാലിടറി പോകാതെ അവർക്ക് വേണ്ടി അഗ്നിസ്തംഭമായി കടന്നു വരുവാനിടയായി. और एक आग के खंबे के समान एक पिलर के समान जो है रात को जो है परमेश्वर उनको रास्ता दिखाता था. പകലും രാത്രിയിലും താൻ പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന ജനത്തിനു വേണ്ടി അഗ്നിമേഘസ്തംഭങ്ങളിലൂടെ ദൈവം തേജോമയനായ ദൈവം തന്റെ മഹത്വത്തെ വെളിപ്പെടുത്തിക്കൊണ്ടിരുന്നു. और परमेश्वर जो है एक बादल के साथ और एक अग्नि के फंदे के साथ जो है परमेश्वर अपनी महिमा हमेशा प्रकट करता रहा. ഇന്ന് പകൽക്കാലം എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയരെ, और सुनने वाले भाई बहनों, നമ്മുടെ ജീവിതത്തിന്റെ മരുഭൂമിയിൽ ചൂടയേറ്റ് നാം തളർന്നു പോകാതിരിക്കേണ്ടതിന് हमारे जीवन के इस यात्रा में गर्मी से हम गिर ना जाए നമ്മുടെ इसलिए ജീവിതത്തിന്റെ അന്ധകാരം നിറഞ്ഞ പ്രത്യേക മേഖലകളിൽ നമ്മുടെ കാലുകൾ और अंधकार से ഇടറിപ്പോകാതിരിക്കേണ്ടതിന് जिस रास्ते पर हम चलते वहां पर हमारे पैर जो डगमगा ना जाए. അതെ, മഹത്വവാനായ ദൈവം ഇന്നും അഗ്നിമേഘ സ്തംഭങ്ങളാൽ കടന്നു വരുന്നവനാണ്. അത് ദൈവത്തിന്റെ കരുതലിന്റെയും വിശേഷതയുടെയും ഒരു ഭാഗമാണ്. और वही परमेश्वर जो है महिमा के साथ एक बादल बनकर और
आग के खंभा बनकर जो है आज भी विश्वास के साथ हमारे साथ है। ഹല്ലേലൂയ. ആമേൻ. ഇന്ന് Hallelujah. പകൽക്കാലം നാം Jesus. ദൈവവചനം കേൾക്കുമ്പോൾ എൻ്റെ കാലുകൾ ഇടറിപ്പോകുമോ, അടുത്ത ചുവടെനിക്ക് എവിടെ വെക്കുവാൻ കഴിയും, ആരെന്നെ ഗൈഡ് ചെയ്യും എന്ന് ആമേൻ ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വചനം വ്യക്തമായി നിങ്ങളോട് വിളിച്ചു പറയുന്നു. നിങ്ങൾക്ക് വഴികാട്ടി തരുവാൻ, നിങ്ങളുടെ പാതകൾ അടുത്ത ചുവട് എവിടെ വെക്കണമെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുവാൻ ആമേൻ നല്ല കർത്താവ്, തേജോമയനായ കർത്താവ് നിങ്ങൾക്ക് മുൻപിൽ ആമേൻ അഗ്നിസ്തംഭമായി നടകൊള്ളുന്നവനാണ്. अगर आज भी हम में से कोई लोग शंका करते हैं कि आगे मैं मेरा कदम कहाँ पर रखूंगा, मैं वहां पर गिर ना जाऊंगा, पर ऐसी शंका करने की कोई जरूरत नहीं, क्योंकि परमेश्वर जो है आग के फंदे के समान तेरे लिए जो है रास्ता दिखाता जाएगा, इसलिए कोई भी शंका करने की जरूरत ഈ नहीं। മരുഭൂമിയിൽ ഞാൻ ഒടുങ്ങിപ്പോകുമോ, क्या मैं इस राजस्थान में मैं अकेले रह जाऊंगा? ഈ ചൂടേറിയ അനുഭവത്തിൽ എനിക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിയുമോ, एकदम गर्म होने वाले इस राजस्थान में क्या मैं यहाँ पे स्थिर रह ആമേൻ पाऊंगा? ഞാൻ തളർന്നു പോകുമോ, क्या मैं यहाँ पे गिर जाऊंगा? ഞാൻ വീണു പോകുമോ, अगर मैं गिर गया तो എന്നെ സഹായിപ്പാൻ കരം താങ്ങുവാൻ ആരുമില്ലയോ, मेरे सहाय करने के लिए, मेरा हाथ पकड़ने के लिए कोई नहीं എനിക്ക് है, ആശ്വാസമായി സമാധാനമായി ആരുമില്ലയോ. और मुझे शांति समाधान देने के लिए कोई नहीं है। അതെ, ഇന്നൊരു പകൽക്കാലം ഭയപ്പെടേണ്ട ആവശ്യമില്ല. ആമേൻ. മഹാനായ കർത്താവ്, ആമേൻ. തേജോമയനായ Thank you, Lord. കർത്താവ് നമുക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തിന്റെ സംഘർഷപൂരിതമായ അനുഭവങ്ങൾ ഇറങ്ങി വന്ന് നമ്മെ സഹായിപ്പാൻ അവൻ വിശ്വസ്തനാണ്. और हमें यहाँ पर बिल्कुल शंका करने की जरूरत नहीं, बिल्कुल डरने की जरूरत नहीं, क्योंकि तेजोमय होने वाले, महिमा में होने वाले परमेश्वर जो है हमारे साथ है। രണ്ട് സിനായി മലയിൽ യഹോവയായ ദൈവത്തിന്റെ തേജസ്സിനെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും. और दूसरा मुद्दा यह है करके सीनाई पर्वत पर परमेश्वर ने अपनी महिमा को പുറപ്പാട് प्रकट किया। പുസ്തകം 24:15 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ നമുക്കത് ശ്രദ്ധിക്കുവാൻ കഴിയും. निर्गमन का पुस्तक उसके 24 से लेकर उसके 18 से हम देख सकते हैं। ഇസ്രായേൽ ജനത്തിന് വേണ്ട ആമേൻ വ്യവസ്ഥകളെ കൈമാറുവാൻ, നിയമങ്ങളെ കൈമാറുവാൻ ദൈവം മോശയെ പർവ്വതത്തിന് മുകളിലേക്ക് വിളിക്കുവാനിടയായി. परमेश्वर ने मूसा को जो है सीनाई के पर्वत पर बुलाया ताकि वो 10 कमांडमेंट्स जो है मूसा को दे पाए। പർവ്വതത്തിന് മുകളിലേക്ക് മോശ കടന്നു ചെല്ലുമ്പോൾ और जब मूसा पर्वत के ऊपर जाता है പർവ്വതം മുഴുവൻ ദൈവ തേജസ് കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നത്, മേഘം ഇറങ്ങി നിൽക്കുന്നതും അവൻ കാണുകയാണ്. और पर्वत जो है एक बादल ने ढक दिया जाता है, परमेश्वर की महिमा से उसको ढका गया है। മോശ മാത്രമല്ല, താഴ്വരയിൽ നിൽക്കുന്ന ജനവും അത് കാണുകയാണ്. പർവ്വത മുകളിൽ ദൈവത്തിന്റെ ആമേൻ. തേജസ് ഹല്ലേലൂയ. ഇറങ്ങി നിൽക്കുന്നു. और सिर्फ मूसा ही नहीं बल्कि घाटी में रुकने वाले सारे प्रजा जो है ये देख रही है। ആമേൻ. ഏതാണ്ട് 40ഓളം ദിവസങ്ങൾ മോശ പർവ്വതത്തിന് മുകളിലായിരിക്കാനിടയായി. और करीबन 40 दिन तक जो है मूसा परमेश्वर के साथ उस पर्वत पर ആ था, ദൈവ തേജസ്സിന്റെ ഉള്ളിൽ അവനായിരിക്കാനിടയായി. और परमेश्वर के महिमा के अंदर मूसा भी था। യഹോവയുടെ കൽപ്പനകളുമായി പുറപ്പെട്ട് താഴ്വരയിലേക്ക് ഇറങ്ങി വരുന്ന മോശ, അവന്റെ മുഖം കണ്ട ജനം വിളിച്ചു പറയുകയാണ്, അല്ലയോ മോശേ, നിന്റെ മുഖത്തേക്ക് നോക്കുവാൻ കഴിയാതെ വണ്ണം നിന്റെ മുഖം തേജസ് കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് വിളിച്ചു പറയുകയാണ്. और 40 दिन बाद जो है मूसा पर्वत से नीचे आता है, और तो प्रजा जो है उसके चेहरे को नहीं देख पाई, क्योंकि प्रजा को लगता है करके मूसा का चेहरा जो है पूरे परमेश्वर के महिमा से भर गया है। അതെ, ദൈവത്തിന്റെ പ്രമാണങ്ങളും ദൈവത്തിന്റെ നിയോഗങ്ങളും ദൈവത്തിന്റെ ആലോചനകളും ആമേൻ കൈമാറുമ്പോൾ ഓർത്തുകൊള്ളണം, തേജോമയനായ ദൈവം തന്റെ മുഴു മഹത്വത്തോടെ, മുഴു അധികാരത്തോടെയാണ് അത് और കൈമാറുവാനിടയായി. जब परमेश्वर अपनी आज्ञाओं को, परमेश्वर अपने कमांडमेंट्स को जब तुम्हारे हाथों में देते तो परमेश्वर पूरे महिमा के साथ वो देता है। Praise the Lord. വലിയ വിലയുള്ള ഒന്നായിട്ടാണ് സ്വർഗത്തിലെ ദൈവം അത് തന്റെ ജനത്തിന് കൈമാറ്റം और एकदम मूल्यवान ചെയ്യുവാൻ. होने वाला ऐसा एक नियम जो है परमेश्वर ने प्रजा को दिया। ആമേൻ. മൂന്നാമത് നാം ശ്രദ്ധിക്കുമ്പോൾ സമാഗമന കൂടാരത്തിൽ ദൈവത്തിന്റെ തേജസ്, ദൈവത്തിന്റെ മഹത്വം ഇറങ്ങുന്നത് നമുക്ക് കാണുവാൻ और കഴിയും. तीसरी बात यह है करके परमेश्वर के तंबू में परमेश्वर की महिमा कैसे उतरती है। പുറപ്പാട് പുസ്തകം 40-ാം അധ്യായത്തിന്റെ 34-ാം വാക്യം നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ അവിടെ സമാഗമന കൂടാരത്തിൽ യഹോവയുടെ തേജസ് ഇറങ്ങുന്നത് നമുക്ക് ശ്രദ്ധിക്കുവാൻ കഴിയും. निर्गमन का पुस्तक उसका 40वां अध्याय उसके 34 में जो है परमेश्वर के तंबू में परमेश्वर की महिमा कैसे उतरती है। ആമേൻ. അവിടെ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. और वहां पर हम ये पढ़ते हैं, അപ്പോൾ മോശ സമാഗമന കൂടാരത്തെ മൂടി, അപ്പോൾ മേഘം സമാഗമന കൂടാരത്തെ മൂടി, യഹോവയുടെ തേജസ് തിരുനിവാസത്തെ നിറച്ചു. और वहां पर ऐसा लिखा है कि परमेश्वर ने जो है, परमेश्वर की महिमा जो है डग बनकर जो है पूरे तंबू को जो है बंद कर देती है। ആ അധ്യായം നാം ശ്രദ്ധിച്ചു പഠിക്കുകയാണെങ്കിൽ अगर ये इसको हम अच्छी तरह से पढ़ें, അവിടെ ഏതാണ്ട് 8 പ്രാവശ്യം ഉപയോഗിച്ചിരിക്കുന്ന ഒരു പ്രത്യേക പദപ്രയോഗം നമുക്ക് കാണുവാൻ കഴിയും. तो वहां पर जो है करीबन 8 बार एक विषय, एक वर्ड को जो है एकदम अच्छी तरह से यूज किया അതായത് गया है। യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ എന്ന് കാണുവാൻ കഴിയും. और वो पद ऐसा है करके परमेश्वर ने जैसे मूसा को बताया, അതായത് പർവ്വത മുകളിലേക്ക് വിളിച്ചതായ ദൈവം മോശയോട്
ആമേൻ എൻ്റെ ജനത്തിൻ്റെ നടുവിൽ പാർക്കേണ്ടത് എനിക്കായി നിവാസം പണിയുവാൻ ആവശ്യപ്പെടുകയാണ്. और यहाँ पर पर्वत पर होने पर जाने वाले मूसा को परमेश्वर ने ऐसा करके मैं जो है प्रजा के साथ वास करना चाहता हूँ, इसलिए मेरे लिए एक तंबू बना. നാം അവിടെ വായിക്കുന്നത് പർവ്വതത്തിൽ അതിൻ്റെ മാതൃക ദൈവം കാണിച്ചു കൊടുക്കുവാനിടയായി. और पर्वत पर हम ऐसे जानते करके पर्वत के बारे में ऐसा लिखा करके वहां पर मूसा को उसका प्लान या अथवा आउटलाइन बताया गया है. ആ കൂടാരം എങ്ങനെയായിരിക്കണം, वो तंबू कैसा होना ആ चाहिए, കൂടാരത്തിൽ ഏതെല്ലാം പോർഷൻസ് वो ഉണ്ടായിരിക്കണം, तंबू में कितने भाग होने ആ चाहिए, കൂടാരത്തിന്റെ അളവെന്തായിരിക്കണം, वो तंबू के कितना लेंथ होना ആ चाहिए, കൂടാരത്തിൽ എന്തെല്ലാം വസ്തുവകകൾ और इस ഉണ്ടായിരിക്കണം, तंबू में कौन से वस्तु रख ആ सकते हैं, കൂടാരത്തിൽ ശുശ്രൂഷിക്കേണ്ടതാരാണ്, और तंबू में कौन सेवा करेगा, ആ കൂടാരത്തിൽ ആമേൻ എപ്പോഴൊക്കെ ദൈവസാന്നിധ്യം ഇറങ്ങുവാനിടയാകും, और परमेश्वर की महिमा कब कब इस तंबू में आएगी. ഇത്യാദി കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ഒരു രൂപരേഖ മോശയ്ക്ക് ദൈവം और കൈമാറുവാനിടയായി. इन सारे बातों के बारे में जो है परमेश्वर ने एक सही प्लान जो है मूसा को बताया. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, പർവ്വതത്തിൽ കാണിച്ച മാതൃക എന്ന് പറഞ്ഞിരിക്കുന്നത്. और इसलिए लिखा करके पर्वत पर जो गाइडलाइंस दिए गए हैं, ആ മാതൃക പ്രകാരം കൂടാരം പണിയുവാൻ ദൈവം മോശയോട് കൽപ്പിക്കുവാനിടയായി. और इसी प्लान से जो है परमेश्वर ने मूसा को कहा करके ऐसे ही तंबू ആ बनाना है. കൂടാരത്തിന്റെ ഓരോ പോർഷൻസും ഓരോ ഭാഗങ്ങളും ആമേൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ആമേൻ അതിന്റെ അപ്രൂവൽ എന്ന വണ്ണം ആമേൻ 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 അവിടെ മോശ ആമേൻ പറയുകയാണ്, ഇത് ദൈവം കൽപ്പിച്ചതുപോലെ തന്നെ ചെയ്തിരിക്കും. और जही तंबू के अलग अलग भाग को बनाते तो उसको अप्रूव करने के लिए मूसा ऐसा कहता है कि जैसे परमेश्वर ने कहा वैसे बनाया है. അതെ, ദൈവം കൽപ്പിച്ചതുപോലെ കൂടാരം ഉയർത്തപ്പെട്ട് കഴിഞ്ഞപ്പോൾ और जैसे परमेश्वर के गाइडलाइंस के तरफ से तंबू पूरा बनाया गया, ഇതാ ദൈവത്തിന്റെ തേജസ് ആ കൂടാരത്തിൽ ഇറങ്ങുവാനിടയായി. और वहां पर जो है परमेश्वर की महिमा उस तंबू में आती है. ഹല്ലേലൂയ. എവിടെയെല്ലാം ദൈവം കൽപ്പിച്ചതുപോലെ ദൈവം കൊടുത്ത മാതൃക പ്രകാരം ആമേൻ പണിയപ്പെട്ടിട്ടുണ്ടോ അവിടെയെല്ലാം ദൈവത്തിന്റെ അംഗീകാരത്തിന്റെ തേജസ് ഇറങ്ങുവാനിടയായി തീർന്നു. और जहां पर भी परमेश्वर के गाइडलाइंस परमेश्वर के प्लान से जो भी तंबू हम बनाते हैं वहां पर एक्सेप्ट करने के लिए जो परमेश्वर की महिमा उतर आती है. ദൈവം ആമേൻ കാണിച്ച മാതൃക പ്രകാരം പണിയപ്പെടുന്ന ദൈവസഭയിൽ ദൈവത്തിന്റെ മഹത്വം ഇറങ്ങുവാനിടയാകും. जो परमेश्वर की कलीसिया परमेश्वर के हित के अनुसार बनती है वहां पर परमेश्वर की महिमा उतरती है. ദൈവം കാണിച്ച മാതൃക പ്രകാരം പണിയപ്പെടുന്ന ഭവനത്തിൽ ദൈവത്തിന്റെ മഹത്വം ഇറങ്ങുവാനിടയാകും. परमेश्वर के हित के अनुसार बनने वाला घर जो है वहां पर परमेश्वर की महिमा प्रकट होती है. ആമേൻ. ദൈവം കാണിക്കുന്ന വ്യവസ്ഥയിൽ നിലനിൽക്കുന്ന ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ മഹത്വം ഇറങ്ങുവാനിടയായി. परमेश्वर की व्यवस्था पर चलने वाले परमेश्वर के बच्चों पर जो है परमेश्वर की महिमा प्रकट होती है. അവൻ വ്യവസ്ഥകളിൽ നിൽക്കുന്നവനായ ये ദൈവമാണ്. परमेश्वर ऐसा परमेश्वर जो अपने व्यवस्थाओं पर स्थिर रहता है അവസ്ഥയ്ക്കൊത്തവൻ മാറുന്ന ദൈവമല്ല. और जो है सिचुएशंस के हिसाब से बदलता नहीं. അവന്റെ परमेश्वर വ്യവസ്ഥ എന്നും എന്നും ആമേൻ നിലനിൽക്കുന്ന ഒന്നാണ്. परमेश्वर जो है अपनी व्यवस्था को सदा काल के लिए स्थिर रखता അവന്റെ है. വ്യവസ്ഥയിൽ നിലനിൽക്കുന്ന ജനത്തിനു വേണ്ടി ദൈവം തന്റെ മഹത്വത്തെ വെളിപ്പെടുത്തുന്ന और ദൈവമാണ്. उसी के व्यवस्था पर स्थिर रहने वाले परमेश्वर की प्रजा के लिए अपनी महिमा को प्रकट करता है. ആമേൻ. ദൈവാലയത്തിൽ അല്ലെങ്കിൽ ഈ സമാഗമന കൂടാരത്തിൽ വെളിപ്പെട്ടതായ ദൈവ തേജസ് കാരണം മോശയ്ക്ക് പോലും അവിടെ നിൽക്കുവാൻ കഴിഞ്ഞില്ല എന്നാണ് നമുക്ക് കാണുവാൻ और കഴിയും. वहां पर ऐसा लिखा है कि इस मिलाप के तंबू में जो है परमेश्वर की महिमा के कारण मूसा भी वहां पर नहीं खड़ा रह पाया. രണ്ട്, ആ കൂടാരത്തിൽ അതാത് സമയങ്ങളിൽ കഴിക്കപ്പെട്ടുകൊണ്ടിരുന്നതായ യാഗത്തിന്മേൽ ദൈവത്തിന്റെ മഹത്വം തേജസ് ഇറങ്ങുവാനിടയായി. और यहाँ पर इस तंबू में जो है जो बलि चढ़ाए जाते थे उस पर भी परमेश्वर की महिमा आती थी. എങ്ങനെ യാഗം നടത്തണം എന്നുള്ളത് അവരുടെ വ്യവസ്ഥ ചെയ്യപ്പെട്ടിരുന്നു. और वहां पर व्यवस्था में अच्छी तरह से बताया करके बलि कैसे चढ़ाना है. അതെ, ആ വ്യവസ്ഥയ്ക്ക് അനുസരിച്ചുള്ളതായി യാഗമാലയത്തിൽ നടക്കുമ്പോൾ हालेलुया. जब उस व्यवस्था के अनुसार जब बलि चढ़ाते हैं അതിന്റെ അംഗീകാരമായ ദൈവ തേജസ് ആമേൻ ആ യാഗത്തിന്മേൽ ഇറങ്ങുമായിരുന്നു. तो उसको एक्सेप्ट करने के लिए जो है परमेश्वर की महिमा उस बलि पर उतरती है. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. ആ ഹല്ലേലൂയ. യാഗം ദൈവത്തിന് പ്രസാദമായതിന്റെ തെളിവാണത്. अगर ये बलि को जो है परमेश्वर ने प्रसन्न कर दिया है तो उसके लिए महिमा उतर ആ आती है. യാഗത്തെ ദൈവം അംഗീകരിച്ചു എന്നുള്ളതിന്റെ തെളിവായിരുന്നു और അത്. इस बलि को परमेश्वर ने स्वीकार कर लिया, उसका एक मुद्दा था परमेश्वर की महिमा. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലവും എന്നെ കേൾക്കുന്ന പ്രിയരെ, നാം ദൈവത്തിന് വേണ്ടി അർപ്പിക്കപ്പെടുന്ന ആമേൻ ജീവനുള്ള വിശുദ്ധിയുള്ള യാഗങ്ങളാണ് നാം ഓരോരുത്തരും. तो हमें भी ये जानना है करके हम जो है परमेश्वर के लिए जो है अर्पण करने वाले एक पवित्र होने वाले जो बलि है. ദൈവത്തിന് പ്രസാദമുള്ള
ആമേൻ ജീവിക്കുന്ന യാഗങ്ങളായി ആമേൻ. നാം ഹല്ലേലൂയ. ദൈവമുൻപാകെ അർപ്പിക്കപ്പെടുമ്പോൾ ഹല്ലേലൂയ. അതിൻ്റെ അംഗീകാരമായ ദൈവതേജസ് ഇന്നും നമുക്ക് വേണ്ടി ഇറങ്ങും എന്നുള്ളതിന് യാതൊരു तो സംശയവും परमेश्वर को प्रसन्न कर कर एक सैक्रिफाइस बनकर जब हम जीते तो आज भी उसको स्वीकार करने के लिए परमेश्वर की महिमा आज भी हमारे लिए उतर വീണ്ടും सकती है। നാം ശ്രദ്ധിക്കുമ്പോൾ ആ ആമേൻ കൂടാരത്തിന്റെ ഉള്ളിൽ വച്ചിരുന്ന നിയമപ്പെട്ടകത്തിന്മേൽ ആമേൻ യഹോവയുടെ തേജസ് ഇറങ്ങുമായിരുന്നു. और जो अंदर जो 10 कमांडमेंट्स और वस्तुएं रखे गए थे उस पर भी जो है परमेश्वर की महिमा उतरती थी। ആമേൻ നിയമപ്പെട്ടകത്തിന്റെ മേൽ ആമേൻ അതാത് സമയങ്ങൾ ദൈവത്തിന്റെ തേജസ് ഇറങ്ങി और വസിക്കും. अंदर जो कमांडमेंट्स रखे गए उस पर भी जो है परमेश्वर की महिमा उतरती थी। ഹല്ലേലൂയ. അത് ആമേൻ. ദൈവജനത്തിന്റെ കൽപ്പനയുടെ പെട്ടകമായിരുന്നു. और वो जो फाट था वो जो है परमेश्वर की प्रजाओं की जो व्यवस्था दी गई उस पे है। ദൈവജനത്തിന്റെ കരുതലിന്റെ പെട്ടകമായിരുന്നു. और वो फाट जो है हमारे लिए परमेश्वर के लोगों के लिए जो संभालता है उसके लिए है। അത് ദൈവജനത്തിന്റെ സംരക്ഷണത്തിന്റെ പെട്ടകമായിരുന്നു. और ये जो है परमेश्वर की प्रजा के लिए सुरक्षा के लिए था। ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. അങ്ങനെ വ്യവസ്ഥ ചെയ്യപ്പെട്ടതായ പെട്ടകത്തിന്റെ മേൽ ദൈവത്തിന്റെ തേജസ് അഥവാ ഷെക്കേന ഇറങ്ങി വസിക്കുകയും ആമേൻ അതിലൂടെ ദൈവത്തിന്റെ ശബ്ദം തന്റെ ജനത്തിന് മുഴങ്ങുകയും ചെയ്തുകൊണ്ടിരുന്നു എന്ന് നമുക്ക് കാണുവാൻ और കഴിയും. वचन स्थिर कहता है करके वहां पर परमेश्वर की शकीना अथवा परमेश्वर की महिमा जो है वो हमेशा प्रकट रहती थी। ഹല്ലേലൂയ. आमेन, ആമേൻ. हालेलुया। നാം വീണ്ടും ശ്രദ്ധിക്കുകയാണെങ്കിൽ പിൽക്കാലത്ത് ഈ പെട്ടകം എവിടെയെല്ലാം ചെന്നിട്ടുണ്ടോ അവിടെയെല്ലാം ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുവാനിടയായിട്ടുണ്ട്. जहाँ पर भी इस टैबरनेकल को लेके जाते थे वहां पर परमेश्वर की महिमा वहां पर प्रकट होती थी। ആമേൻ. ഞാൻ ഈ ഭാഗം ശ്രദ്ധിച്ചപ്പോൾ ആമേൻ യഹോവയുടെ പെട്ടകം ആമേൻ ചെന്ന ഇടങ്ങൾ അനേക സന്ദർഭങ്ങളെക്കുറിച്ച് തിരുവചനം നമുക്ക് ആമേൻ ആമേൻ നമുക്ക് വെളിവാക്കി തരുന്നു, ബോധ്യമാക്കി തരുന്നു. और व्यवस्था में अच्छी तरह से लिखा गया करके ये जहाँ पर भी लेकर गए वहां पे परमेश्वर की महिमा कैसे प्रकट हुई। ആമേൻ. ഇസ്രായേൽ ജനം മരുഭൂമിയുടെ മുൻപോട്ട് പോകുമ്പോൾ जब इसराइल की प्रजा राजस्थान से आगे चलती है, വാഗ്ദത്ത ദേശത്തോട് അവർ जब അടുക്കുവാനിടയായി. वायदे के देश में वो पास आ गए, മോശയുടെ മരണശേഷം और മൂസ की യോശുവ मृत्यु के- ഭരണം ഏറ്റെടുക്കുവാനിടയായി. मूसा के मृत्यु के बाद जो है यहोशू जो है लीडर बनता ഈ है। ജനവുമായിട്ട് യോശുവ മുന്നോട്ട് നീങ്ങുമ്പോൾ और इस प्रजा को लेकर जब അവർ योशुआ आगे ആദ്യം जाता है നേരിട്ട പ്രതിസന്ധി എന്ന് പറയുന്നത് അവരുടെ മുൻപിൽ ഇളകി ആമേൻ കലങ്ങി മറിയുന്ന നിറഞ്ഞു കവിയുന്ന യോർദാനായിരുന്നു. और सबसे पहले जब योशुआ को ऐसे एक प्रॉब्लम फेस करने वाला जो है जोर्दान की नदी। യോശുവയുടെ പുസ്തകം 3-ാം അധ്യായം നാം പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു കൊയ്ത്ത് കാലത്ത് യോർദാൻ കരകവിഞ്ഞൊഴുകുകയാണ്. और हम योशुआ के पुस्तक उसके 3रा अध्याय में करते करके जब फसल का समय आता है तब वहां पे योर्दान एकदम ആമേൻ. ആ कैसे യോർദാൻ बहता है। കടന്നു വേണം അവരുടെ വാഗ്ദത്ത ദേശത്തേക്ക് അവർക്ക് और इस നീങ്ങുവാൻ. योर्दान नदी को पार करने के बाद 6 वायदे के देश में प्रवेश करने। ആമേൻ. യോർദാനെ കടക്കുന്നതിന് യാതൊരു ടെക്നോളജിയും അവരുടെ പക്കലില്ല. और उनके पास कोई टेक्निक्स अथवा टेक्नोलॉजी नहीं है जहाँ पे इस नदी को पार कर അവരുടെ पाए। യാതൊരു മാനുഷിക പരിശ്രമം കൊണ്ടും അത് സാധ്യമല്ല. इंसान के कोई भी परिश्रम से कुछ संभव नहीं था। എന്നാൽ ഒരു കാര്യം ആമേൻ യോശുവയ്ക്ക് ബോധ്യമായി. पर एक बात योशुआ जानता था। യഹോവയുടെ ആലയത്തിന്റെ ഉള്ളിൽ ഹല്ലേലൂയ. അഥവാ തിരുനിവാസത്തിന്റെ ഉള്ളിൽ സൂക്ഷിക്കപ്പെടുന്ന യഹോവയുടെ പെട്ടകമുണ്ട്, നിയമപ്പെട്ടകമുണ്ട്. ആ പെട്ടകവുമായി ആമേൻ യോർദാനിലേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ യോർദാൻ എത്ര ശക്തമാണെങ്കിലും ആ പെട്ടകത്തിന്റെ മുൻപിൽ വഴിമാറുവാനിടയായി. तो योशुआ एक बात जानता था करके परमेश्वर के फेटक के अंदर जो है उसको लेकर जब योर्दान के पास जाएंगे तो योर्दान भी जो है बटर जाएगा, योर्दान भी हट जाएगा। ദൈവത്തിന്റെ നിയോഗപ്രകാരം और परमेश्वर के वाणी के हिसाब से, ദൈവത്തിന്റെ അരുളപ്പാടിൻ പ്രകാരം परमेश्वर के वाणी के हिसाब से പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ ആമേൻ യോർദാനിൽ കാൽ योर्दान में വയ്ക്കുവാനിടയായി. कद रखने बोला सारे पुरोहित को। ആമേൻ. അവർ കാൽ വെച്ച ഉടൻ തന്നെ യോർദാൻ ആമേൻ വിഭജിക്കപ്പെടുവാനിടയായി. ഉണങ്ങിയ നിലത്തുകൂടെ ജനം അക്കരെ കടക്കുവാനിടയായി. और जैसे ही उन्होंने अपना कदम जो है पानी में रखा योर्दान जो है बट गया और एकदम सूखे जमीन से इसराइल जो है पूरे योर्दान नदी को क्रॉस करता है। ഹല്ലേലൂയ. ആമേൻ, ഇന്ന് ഹല്ലേലൂയ. പകൽക്കാലം പ്രിയരെ യോർദാൻ എത്ര ശക്തമായി കരകവിഞ്ഞൊഴുകുന്നതായാലും ആമേൻ കൊയ്ത്ത് കാലത്ത് നന്മകൾ അനുഭവിക്കേണ്ടി വരുമ്പോൾ ഫലമെടുക്കേണ്ടി വരുമ്പോൾ അത് പ്രാപിക്കുവാൻ കഴിയാതവണ്ണം ആമേൻ അതിനെ നശിപ്പിച്ചു കളയുന്ന ഈ യോർദാന്റെ ആമേൻ ഒഴുക്കിനെ നിർത്തുവാൻ മാനുഷികമായ യാതൊരു ആമേൻ പരിശ്രമവും സാധ്യമാകുകയില്ല. എന്നാൽ ഈ യഹോവയുടെ പെട്ടകത്തിന് അത് കഴിയും എന്നുള്ളത് നാം മനസ്സിലാക്കി. और एक बात वापस समझना है करके जब फल लेने का समय आ गया तब योर्दान इतने जोरों से बहता है करके हम सब ये फल नहीं ले पाते, पर परमेश्वर का संदूक जब साथ में होता है और कदम रखते ही जो योर्दान हमारे लिए हट जाएगा। യഹോവയുടെ പെട്ടകത്തിൽ ദൈവ തേജസ്സുണ്ട്. और परमेश्वर के संदूक पर जो है परमेश्वर की महिमा है। യഹോവയുടെ പെട്ടകം ചെല്ലുന്ന ഇടത്ത് ദൈവത്തിന്റെ മഹത്വം और വെളിപ്പെട്ടുകൊണ്ടിരിക്കും. ये संदूक जहाँ पर भी जाता है वहाँ पर महिमा प्रकट होते അത് रहती है। ഇളകി മറിയുന്ന ആമേൻ നിറഞ്ഞു കവിയുന്ന യോർദാനാണ്.
യോർദാനാണെങ്കിലും और एकदम खतरनाक से बहने वाली योर्दान भी हो तो അത് ശക്തമായി ആമേൻ തിരകളാൽ നിറഞ്ഞിരിക്കുന്ന ആമേൻ 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 ചെങ്കടലാണെങ്കിലും एकदम बड़ी बड़ी ऊंची लहर होने वाले लाल समुंदर भी हो तो ആമേൻ എത്ര ശക്തമായ പ്രതിസന്ധിയാണെങ്കിലും कितने भी मुश्किल हालात हो तो ഹല്ലേലൂയ അതിന്റെ നടുവിൽ വഴി തുറക്കുവാൻ ദൈവത്തിന്റെ തേജസ് നിറഞ്ഞ ദൈവത്തിന്റെ പെട്ടകത്തിന് കഴിയും. और उन सब के बीच में परमेश्वर के महिमा से भरे हुए संदूक को ये सब काबिल है. വീണ്ടും നാം ശ്രദ്ധിക്കുമ്പോൾ ആമേൻ എരിഹോ കോട്ടയുടെ അരികിൽ ജനമെത്തുവാനിടയായി. और यहाँ पर आगे जब जाते हैं तो इतिहास कहता है कि यरीहो के दीवार के पास पहुंच गए അത് प्रजा. ജനത്തിന്റെ നന്മ പ്രാപിക്കുന്നതിന് തടസ്സമാണ്. और ये जो है आशीष के लिए एक रुकावट थी. അവരുടെ വാഗ്ദത്ത നാട്ടിലേക്ക് പ്രവേശിക്കുന്ന തടസ്സമായിരുന്നു. और उनके वायदे के देश में कदम रखने के लिए एक रुकावट थी. ആത്മാവ് യോശുവയോട് വിളിച്ചു പറഞ്ഞു. और परमेश्वर की आत्मा ने ऐसे बात किया योशुआ से. യോശുവയെ ആമേൻ മാനുഷിക ശക്തി കൊണ്ടോ ബലം കൊണ്ടോ കൈക്കരുത്ത് കൊണ്ടോ അല്ല, നിങ്ങളുടെ യുദ്ധതന്ത്രം കൊണ്ടല്ല, നിങ്ങളുടെ ആയുധങ്ങൾ കൊണ്ടല്ല, യഹോവയുടെ മഹത്വം ഈ കോട്ടയെ തകർക്കുവാൻ പോകുകയാണ്. और योशुआ से ऐसे कहा कि इंसान के हाथों से नहीं, तुम्हारे युद्ध के तंत्रों से नहीं, तुम्हारे महिमा से नहीं, बल्कि परमेश्वर की महिमा से इस दीवार को गिरा जाए. അവിടെയും നാം ശ്രദ്ധിക്കുമ്പോൾ കാണുവാൻ കഴിയും ആമേൻ യഹോവയുടെ പെട്ടകം വഹിച്ചുകൊണ്ടവർ ആമേൻ കോട്ടയ്ക്ക് ചുറ്റും നടക്കുകയാണ്. और वहां पर भी इतिहास में ऐसा लिखा गया कि परमेश्वर के संदूक को उठाते हुए जो है पूरे दीवार को चक्कर लगाते हैं. 7 ദിവസം അവർ ചുറ്റുവാനിടയായി. 7 दिन जो है चक्कर लगाते हैं. 7 ദിവസം അവർ 7 പ്രാവശ്യം ചുറ്റിത്തീരുമ്പോൾ യഹോവയുടെ പെട്ടകവുമായി അവർ ആ പട്ടണത്തെ അല്ലെങ്കിൽ കോട്ടയെ ചുറ്റിത്തീരുമ്പോൾ ഇതാ ദൈവത്തിന്റെ മഹത്വം അവിടെ വെളിപ്പെടുകയാണ്. और 7वें दिन जब 7वें बार जब वो चक्कर लगा देते परमेश्वर के संदूक के साथ, तो वहां पर परमेश्वर की महिमा प्रकट होती है. വാഗ്ദത്തത്തിൽ പ്രവേശിപ്പിക്കുകയില്ലെന്ന് വെല്ലുവിളിച്ചുയർന്നു നിന്ന യെരിഹോ കോട്ട അവിടെ മുൻപിൽ ആമേൻ തകർന്നു വീഴുവാൻ ഇടയായി തീർന്നു. ജനം അവിടെ വാഗ്ദത്ത ഭൂമിയിലേക്ക് കാൽ ചവിട്ടുവാൻ. और ये जो यरीहो का दीवार था जो कहता था करके मैं तुम्हें कभी वायदे के देश में नहीं जाने दूंगा, वहां पर परमेश्वर के महिमा के सामने कैसे गिर जाता है. ഏത് പ്രതിസന്ധികളിലും ദൈവത്തിന്റെ തേജസ് വെളിപ്പെടുവാൻ തക്കവണ്ണം ശക്തമായിരുന്നു ആ പെട്ടകത്തിൽ ആമേൻ വ്യാപരിച്ചു. कोई भी सिचुएशन हो, कोई भी हालात हो, वहां पर परमेश्वर की महिमा प्रकट कर सकते था. ऐसा था परमेश्वर का संदूक. വീണ്ടും നാം ശമൂവേലിന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ 1 ശമൂവേൽ 4-ാം അധ്യായം നാം പഠിക്കുകയാണെങ്കിൽ അവിടെ യുദ്ധത്തിനായിട്ട് യഹോവയുടെ പെട്ടകം കൊണ്ടുവന്നത് നമുക്ക് കാണുവാൻ കഴിയും. जब हम पहले शमूएल की पुस्तक पढ़ते तो युद्ध के लिए भी परमेश्वर के संदूक को लिया जाता है. ഫിലിസ്ത്യരും ഇസ്രായേലും തമ്മിലുണ്ടായ യുദ്ധം, फिलिस्ती और इस्राएल के बीच में जो युद्ध चल रहा है, യുദ്ധത്തിൽ പരാജയപ്പെട്ടതായ ഇസ്രായേൽ മക്കൾ യഹോവയുടെ പെട്ടകം ആമേൻ ഏലിയുടെ മക്കളായ ഹോഫിനിയും ഫിനെഹാസും ചേർന്ന് അവിടേക്ക് കൊണ്ടുവരുവാനിടയായി. और इस इस्राएल के युद्ध में जो इस्राएल हार जाता है और ये एली के बच्चों ने यहोफिन और सिनास जो है इस संदूक को जो अपने घर लेकर जाते ആമേൻ हैं. അവർ വ്യവസ്ഥ പ്രകാരമല്ല ആ പെട്ടകം അവിടെ കൊണ്ടുവന്നത്. और व्यवस्था के खिलाफ होते हुए जो है वैसे नहीं लेकर ആ जाए संदूक പെട്ടകം को. എടുക്കുവാൻ ആമേൻ ഹോഫിനിയും ഫിനെഹാസും യോഗ്യരുമായിരുന്നില്ല. और संदूक को उठाने के लिए दोनों योग्य भी नहीं थे. നമുക്ക് ആ ചരിത്രം പഠിക്കുമ്പോൾ കാണുവാൻ കഴിയും. और जब इतिहास पढ़ते देख सकते हैं हम. എന്നിരുന്നാലും ആ പെട്ടകം ആമേൻ പാളയത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ और जैसे इस संदूक को जो है फाटक तक लेकर आ गए, ഫിലിസ്ത്യർ ഭയപ്പെടുവാനിടയായി. फिलिस्ती की जो सेना है वो डर गई, അവർ वो നിലവിളിക്കുവാനിടയായി. चिल्लाने लगे. അവരിങ്ങനെയാണ് പറഞ്ഞത്, അയ്യോ ഇസ്രായേലിന്റെ ദൈവം പാളയത്തിൽ വന്നിരിക്കുന്നു. और वो ऐसे कहने लगे कि इस्राएल का परमेश्वर जो है फाटक पर आ गया है. ആമേൻ നമ്മൾ ജയിക്കുകയില്ല, നമ്മൾ പരാജയം. हम यहाँ पर जीत नहीं पाएंगे, हम हार जाएंगे. നോക്കൂ, പെട്ടകത്തെ കുറിച്ചുള്ളതായ ഒരു ഭയം ശത്രുവിന്റെ മേൽ എപ്പോഴും ഉണ്ടായി. ये संदूक के बारे में जो डर था शत्रु के पास भी था. അവിടെ ആ പെട്ടകം പിടിക്കപ്പെട്ടു. ആമേൻ ഫിലിസ്ത്യരുടെ ദേശത്തേക്ക് അതിനെ കൊണ്ടുപോയി. നമുക്കറിയാം ദാഗോന്റെ ക്ഷേത്രത്തിൽ വെച്ചു ദാഗോൻ ആമേൻ താഴെ വീണ് ദാഗോൻ ആമേൻ അവൻ ഉടയുവാനിടയായി തീർന്നു. വീണ്ടും ഫിലിസ്ത്യ ദേശത്ത് മഹാവ്യാധി അവർക്ക് സംഭവിപ്പാനിടയായി. അങ്ങനെ ആ ദേശത്ത് വലിയ ആമേൻ കഷ്ടത്തിൽ അവരായി തീരുവാനിടയായി. ये संदूक को जो है कैप्चर किया गया, उसको दागोन के मंदिर में लेकर गया, पर इस संदूक के सामने दागोन की मूर्ति जो है वो भी गिर गया और फिलिस्ती के देश में एकदम बुरा हाल हो गया. നോക്കണമേ, ആ ദേശത്ത് മുഴുവൻ ആ പെട്ടകം അവർക്ക് വലിയ നാശം വരുത്തുവാൻ ദോഷം और ചെയ്യുവാനിടയായി. फिलिस्ती के देश में संदूक जो है बड़ा नाश करने लगा. എന്നാൽ അതല്ലെന്റെ ഭാഗം. ആമേൻ അവിടെ ഈ പെട്ടകം പിടിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ, ഈ പെട്ടകം ഫിലിസ്ത്യർ പിടിച്ചു കഴിഞ്ഞപ്പോൾ ആമേൻ ഫിനെഹാസിന്റെ ഭാര്യ പറഞ്ഞ ഒരു ഭാഗമാണ് ഞാൻ പ്രത്യേകമായി നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. पर यहाँ पर इस पर ध्यान देना करके जब इस संदूक को कैप्चर किया गया था, जो फिनियास की जो पत्नी है उन्होंने जो क्या कहा, അവൾ ഇങ്ങനെയാണ് പറഞ്ഞത്, മഹത്വം ഇസ്രായേലിൽ നിന്ന് പോയി എന്നാണ്. और उसने ऐसे कहा कि महिमा जो है इस्राएल से छूट गया है. നോക്കണമേ, ആ പെട്ടകത്തെ കുറിച്ച് ഇസ്രായേൽ ജനം മാത്രമല്ല ശത്രു സൈന്യങ്ങൾ പോലും മനസ്സിലാക്കിയിരുന്നത് ഈ പെട്ടകം
യഹോവയുടെ മഹത്വത്തിന്റെ ആമേൻ ചിഹ്നമാണ്. और यहाँ पर सिर्फ इस्राएल की प्रजा नहीं बल्कि शत्रु सेना भी जानती थी करके ये जो संदूक है परमेश्वर की महिमा का चिन्ह है. അതേ പ്രിയരെ, യഹോവയുടെ പെട്ടകം കടന്നു ചെന്ന ഇടങ്ങളിലെല്ലാം ആമേൻ വിജയവും കടന്നു ചെന്ന ഇടങ്ങളിലെല്ലാം ജനത്തിന് വിടുതലും അനുഭവിപ്പാൻ തക്കവണ്ണം जहाँ पर भी ये संदूक गया वहाँ पर परमेश्वर के लोगों को विजय मिला है और आशीष भी मिला है. പെട്ടകത്തെ കുറിച്ചൊരു വലിയ ഭയം ജനത്തിന്റെ മേലുണ്ടാകുവാൻ और एक संदूक के बारे में एक भय जो है परमेश्वर की प्रजा के बीच में था. മനോഹാരിതയല്ല, वहाँ की उसकी खूबसूरती नहीं പെട്ടകത്തിന്റെ ഏതെങ്കിലും മറ്റു വിശേഷതയല്ല, और कोई खास गुण भी नहीं, മറിച്ച് യഹോവയുടെ തേജസ്, യഹോവയുടെ മഹത്വം ആ പെട്ടകത്തോടൊപ്പം ഉണ്ടായിരുന്നു എന്ന്. बल्कि परमेश्वर की महिमा, परमेश्वर की तेजस जो है हमेशा परमेश्वर की संदूक के साथ था. ഇന്ന് പകൽക്കാലം പ്രിയരെ, ആരെല്ലാം ഈ ദൈവ സാന്നിധ്യം വഹിച്ചുകൊണ്ട് യാത്ര ചെയ്യുവാൻ തയ്യാറാകുമോ, ആരെല്ലാം ഈ പെട്ടകം എടുക്കുവാൻ തയ്യാറാകുമോ, ആരെല്ലാം ഈ കർത്താവിനോടൊപ്പം യാത്ര ചെയ്യുവാൻ തയ്യാറാകുമോ, ആരെല്ലാം ഈ ദൈവത്തിന്റെ വചനവുമായി യാത്ര ചെയ്യുവാൻ തയ്യാറാകുമോ, അവിടെയെല്ലാം ദൈവത്തിന്റെ തേജസ് ഇറങ്ങുന്നത് നമുക്ക് കാണുവാൻ കഴിയും. तो हमें ये बात जानना है करके जो भी संदूक को उठाकर चलने के लिए तैयार है, जो परमेश्वर के कामों को करने के लिए तैयार है, वहां सब पर जो है परमेश्वर अपनी महिमा को प्रकट करता रहेगा. പുതിയ നിയമഭാഗത്തേക്ക് വരുമ്പോൾ जब हम नए नियम में आते हैं, യഹോവയുടെ തേജസ് ഇറങ്ങിയ ചില പ്രത്യേക സന്ദർഭങ്ങൾ, യഹോവയുടെ മഹത്വം വെളിപ്പെട്ട ചില പ്രത്യേക സന്ദർഭങ്ങൾ നമുക്ക് കാണുവാൻ और കഴിയും. परमेश्वर की महिमा प्रकट होने वाले कई सारे अवसर लिखे गए, कई सारे एग्जांपल्स लिखे गए. പ്രധാനപ്പെട്ട ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 9-ാം വാക്യം 14-ാം വാക്യം നാം ശ്രദ്ധിക്കുമ്പോൾ, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷത്തിന്റെ പ്രഖ്യാപനം ദൂതൻ ആമേൻ ആട്ടിടയന്മാരോട് നടത്തുമ്പോൾ യഹോവയുടെ തേജസ് അവിടെ ഇറങ്ങുവാനിടയായി. तो लूका के सुसमाचार उसके दूसरे अध्याय में जो है परमेश्वर के जन्म के बारे में जो एक स्वर्गीय दूत कैसे लोगों को बताता है, कैसे वाणी बताता है, वहां पर परमेश्वर की महिमा प्रकट होती है. സർവ്വ ലോകത്തിനും സർവ്വ മാനവ വർഗത്തിനും ഉണ്ടാകുവാനുള്ള രക്ഷയുടെ സന്ദേശം എവിടെയെല്ലാം വെളിപ്പെട്ടിട്ടുണ്ടോ, ആമേൻ, എവിടെയെല്ലാം മുഴങ്ങിക്കേട്ടിട്ടുണ്ടോ, അവിടെയെല്ലാം ദൈവത്തിന്റെ മഹത്വം അതിനകമ്പടിയായി വെളിപ്പെടുവാനിടയായി. मानव जाति के रक्षा के लिए जो भी मैसेज जहां पर भी सुने, जहां पर भी वो मैसेज गूंज रहा था, वहां पर सब जगह परमेश्वर की महिमा प्रकट होती गई. പകൽക്കാലവും ദൈവത്തിന്റെ സുവിശേഷത്തിന്റെ സന്ദേശം എവിടെയെല്ലാം മുഴങ്ങുന്നുവോ, आज भी जो है परमेश्वर के सुसमाचार का संदेश जहां पर भी गूंज रहा है, അവിടെയെല്ലാം അതിനെ ആവരണം ചെയ്തുകൊണ്ട് അതിനകമ്പടിയായി ദൈവത്തിന്റെ തേജസ് വെളിപ്പെടുന്നത് കാണുവാൻ तो കഴിയും. उसी के साथ जो है परमेश्वर की महिमा सब जगह प्रकट भी होती है. വീണ്ടും കർത്താവായ യേശുവിന്റെ ശുശ്രൂഷയുടെ ചില കാലഘട്ടങ്ങൾ നാം പഠിക്കുമ്പോൾ, और परमेश्वर की सेवकाई के समय കർത്താവ് തന്റെ മഹത്വം വെളിപ്പെടുത്തിയ ചില മേഖലകൾ നമുക്ക് കാണുവാൻ और കഴിയും. परमेश्वर अपने महिमा को कैसे प्रकट करता है उसके भी लिखे गए हैं. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 11-ാം വാക്യം നാം വായിക്കുമ്പോൾ, യോഹन्ना का सुसमाचार दूसरा अध्याय उसका 11वां वचन, നമുക്കറിയാം കാനാവിലെ കല്യാണ വീടാണ് അവിടുത്തെ രംഗം. और कैनान के मैरिज को हम जानते हैं. അവിടെ ആ വിവാഹ വീട്ടിൽ വീഞ്ഞ് പോരാതെ വന്നു കർത്താവായ യേശു ആമേൻ ആ ഭവനത്തിലെ പരാജയത്തെ പരിഹരിക്കുവാനിടയായി തീർന്നു. और उस शादी के घराने में हम जानते कहानी कैसे आगे जाती है करके वहां पर कैसे वाइन जो है कम पड़ गया. അവിടെ കർത്താവായ യേശു ആമേൻ പച്ചവെള്ളത്തെ വീഞ്ഞാക്കിക്കൊണ്ട് തന്റെ മഹത്വം അവിടെ വെളിപ്പെടുത്തി എന്നാണ് നമുക്ക് കാണുവാൻ और കഴിയുന്നത്. वहां पर परमेश्वर जो अपनी महिमा को ऐसे प्रकट करता है जिसमें पानी को जो है दाखरस में बदलता है. ഹല്ലേലൂയ. ലജ്ജിതരായിരുന്ന ജനത്തിന് വേണ്ടി, आमीन. जो लज्जित होने वाली प्रजा थी वहां पर, പരാജിതരായ ജനത്തിന് വേണ്ടി, जो प्रजा हार गई थी, കുറവുകൾ അനുഭവിച്ച ജനത്തിന് कमी വേണ്ടി, घटी होने वाली लोगों को ഇതാ കർത്താവായ യേശു തന്റെ മഹത്വം यहाँ വെളിപ്പെടുത്തുവാനിടയായി. पर परमेश्वर यीशु जो अपने महिमा को प्रकट ഹല്ലേലൂയ. करता है. സത്യ സുവിശേഷം വെളിപ്പെടുന്നിടത്ത് മാത്രമല്ല, सिर्फ सुसमाचार जहाँ पे प्रकट होता है वहीं पर എവിടെയെല്ലാം नहीं, തന്റെ ജനം ആമേൻ ലജ്ജിതരായി തീരുമോ, जहाँ पर भी अपनी प्रजा जो है लज्जित हो जाती है, എവിടെയെല്ലാം നിരാശരായി തീരുമോ, जहाँ पर भी वो निराश हो जाते हैं, എവിടെയെല്ലാം പരാജയപ്പെടുമോ, जहाँ पर भी प्रजा हार जाती है, ഹല്ലേലൂയ, അവിടേക്ക് ഓടിയെത്തി അവരുടെ പരാജയത്തെ Thank you, പരിഹരിക്കുന്ന മഹത്വവാനായ ഒരു ദൈവം ഇന്നും तो ജീവിക്കുന്നു. वहां पर सब जगह परमेश्वर दौड़ आते हैं और उन कमी घटियों को पूरा करने वाला परमेश्वर आज भी जीवित ഞാൻ है. വേഗത്തിൽ പോകട്ടെ. വീണ്ടും മത്തായി സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ആമേൻ, മറുരൂപമലയിൽ കർത്താവായ യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നത് നമുക്ക് കാണുവാൻ और കഴിയും. मत्ती का सुसमाचार 17वें अध्याय उसके पहले वचन से पढ़ते हैं, ट्रांसफिगरेशन के जो माउंटेन थे वहां पर परमेश्वर कैसे अपनी महिमा को दिखाता പത്രോസിനെയും है. യോഹന്നാനെയും യാക്കോബിനെയും കൂട്ടിക്കൊണ്ടവൻ പർവ്വതമുകളിലേക്ക് अपने പോകുവാനിടയായി. चेलों को लेकर जो है पर्वत के ऊपर जाते हैं അവരുടെ മുൻപിൽ അവൻ और രൂപാന്തരപ്പെടുവാനിടയായി. उनके सामने वो रूपांतर हो അവന്റെ जाते മുഖം हैं, തേജസ് കൊണ്ട് നിറയുവാനിടയായി. उनके चेहरा जो है तेजस से भर ആമേൻ. जाता है. മോശയും ഏലിയാവും അവനോട് സംഭാഷിക്കുവാൻ और തുടങ്ങി. मूसा और
एलिया से बात करने लगता है। ഹല്ലേലൂയ. ദൈവത്തിന്റെ സാന്നിധ്യം കൊണ്ട് നിറയപ്പെട്ട ആമേൻ. പർവ്വതത്തിലിരിക്കുന്ന ശിഷ്യന്മാർ പത്രോസ് വിളിച്ചു പറയുകയാണ്, തമ്പുരാനെ, കർത്താവേ, ഇവിടെ ഇരിക്കുന്നത് നമുക്ക് നല്ലത്. और वहां पर ये सब देखने वाले जो चेले हैं, खास तौर से पत्रोस ऐसे कहता है कि यहाँ पर बैठना हमारे लिए अच्छा है। ഓ, ദൈവമഹത്വത്തിന്റെ ഒരു ഭാഗം അവിടെ വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ പത്രോസ് വിളിച്ചു പറയുന്നു, നമുക്കിവിടെ തന്നെ വസിക്കാം, ഇവിടെ കൂടാരം പണിയാം. ആമേൻ. ഇവിടെ വസിക്കുന്നു നല്ലത്. അങ്ങനെയെങ്കിൽ പ്രിയരെ, കർത്താവായ യേശുവിന്റെ മഹത്വം വെളിപ്പെടുന്ന ഇടത്ത് ആമേൻ സമാധാനമുണ്ട്. യേശുവിന്റെ മഹത്വം വെളിപ്പെടുന്ന ഇടത്ത് സ്വസ്ഥതയുണ്ട്. യേശുവിന്റെ മഹത്വം വെളിപ്പെടുന്ന ഇടത്ത് ദൈവിക സാന്നിധ്യം തന്റെ ജനത്തിന് അനുഭവിക്കുവാൻ तो एक बात जब पत्रोस कहता है करके हमें अभी यहाँ पर रहना ही अच्छा होगा, क्योंकि उसे समझ में आ गया था जहाँ पर भी परमेश्वर की उपस्थिति, जहाँ पर उसकी महिमा है, वहाँ पर शांति समाधान है। വീണ്ടും ലൂക്കോസിന്റെ സുവിശേഷം 24 അധ്യായം 26 വാക്യം നാം ശ്രദ്ധിക്കുമ്പോൾ, और लूका का सुसमाचार 24 उसके 26 को जब पढ़ेंगे, ആമേൻ, യേശുവിന്റെ ഉയർപ്പും സ്വർഗാരോഹണവും ദൈവത്തിന്റെ മഹത്വത്തിന്റെ മൂർത്തിഭാവങ്ങളായി, और परमेश्वर के स्वर्ग में वापस जाने का ये जो इंसिडेंट लिखा गया वो भी परमेश्वर की महिमा में है। കർത്താവായ യേശുവിന്റെ ഉയർപ്പെന്നുള്ളത് और यीशु मसीह का वापस जी उठना ഒരു സാധാരണ സംഭവമായിരുന്നില്ല. एक साधारण विषय नहीं है। മരണത്തെയും പാതാളത്തെയും പിശാചിന്റെ സകല Hallelujah. പദ്ധതികളെയും തകിടം മറിച്ചുകൊണ്ട് ഉള്ളതായ ഒരു സംഭവമായിരുന്നു. मृत्यु पर और पाताल पर विजय पाने वाला ऐसा एक संभव है ये। ആമേൻ. അന്നുവരെയും മരണത്തിന്മേൽ ആരും വിജയം तो വരിച്ചിരുന്നില്ല. तब तक जो है किसी ने मृत्यु पर विजय नहीं पाया था, ആരും പാതാളത്തിന്മേൽ വിജയം किसी ने भी പ്രാപിച്ചിരുന്നില്ല. पाताल पर जो है विजय नहीं पाया था। അന്നുവരെയും പിശാചിന്റെ ഏദൻ തോട്ടത്തിൽ കവർന്നെടുത്ത പൈശാചിക ശക്തികളുടെ ആയുധങ്ങളെ അന്നുവരെ ആരും അടിയറ ईदन വെപ്പിച്ചിരുന്നില്ല. की वाटिका से जो भी शैतानी शक्ति थे उस पर किसी ने अब तक विजय नहीं पाया എന്നാൽ था। കർത്താവായ യേശുവിന്റെ Hallelujah. ഉയർപ്പും Thank you, Jesus. അവന്റെ സ്വർഗാരോഹണവും Amen. ആമേൻ പൈശാചിക സകല പദ്ധതികളെയും Amen. തകിടം മറിക്കുക Hallelujah. മാത്രമല്ല, പാതാളത്തെയും മരണത്തെയും വെല്ലുവിളിച്ച് അവയുടെ മേൽ ജയഘോഷം और കൊള്ളുവാനിടയായി. सिर्फ परमेश्वर का जी उठना और वापस स्वर्ग में जाना सिर्फ एक साधारण विषय नहीं, बल्कि पाताल पर जो है विजय पाया और ऐसी चुनौती भी दी सबको। അതെ, കർത്താവിൽ വിശ്വസിക്കുന്നവർക്ക് Amen. Hallelujah. പുനരുത്ഥാനത്തിന്റെ പ്രത്യാശയുടെ ധ്വനി അതിലൂടെ മുഴങ്ങുവാൻ और परमेश्वर पर विश्वास करने वाले सारे लोगों को जो सेकंड कमिंग और उसके जो महिमा है, उसकी ध्वनि जो है सुनने लगी। യേശു കർത്താവിന്റെ അല്ലെങ്കിൽ ദൈവമഹത്വത്തെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. और यहाँ पर भी जो है परमेश्वर की महिमा को दिखाई देता है। അപ്പോസ്തലപ്രവൃത്തി 7 അധ്യായം 55 വാക്യം നാം ശ്രദ്ധിക്കുമ്പോൾ, സ്തേഫാനോസ് കല്ലെറിയപ്പെടുമ്പോൾ അവൻ സ്വർഗത്തിലേക്ക് നോക്കുന്നു. അവൻ കണ്ടത് ആമേൻ ദൈവമഹത്വത്തിൽ അല്ലെങ്കിൽ പിതാവായ ദൈവവും ആമേൻ അവന്റെ ആ തേജസ് നിറഞ്ഞതായ ദൈവത്തിന്റെ മഹത്വത്തിൽ എഴുന്നേറ്റ് നിൽക്കുന്ന ദൈവപുത്രനായ യേശുവിനെ അവൻ കാണുകയാണ്. और प्रेरितों का हम 7वें अध्याय में जो स्तेफानोस का वर्णन किया है, जैसे उसको जब पत्थर डाल के मार दिया जाता है तब वो स्वर्ग में देखता है, वहां पर पिता को और पुत्र को अपने बाजू में देखता ആമേൻ है, ദൈവമഹത്വം അവൻ കാണുകയാണ്. और वहां पर परमेश्वर की महिमा को देखता है। അവന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്ന ദൈവപുത്രനായ യേശുവിനെ അവൻ वहां കാണുകയാണ്. पर एक उसके लिए खड़े रहने वाले जो यीशु मसीह को देखता है। നോക്കൂ, ഭക്തന്മാരുടെ ജീവിതത്തിൽ ആമേൻ. മാത്രമല്ല അവരുടെ ഹല്ലേലൂയ. മരണത്തിലും ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുന്ന ഒരു ദൈവസാന്നിധ്യം. और परमेश्वर की उपस्थिति ऐसा है जो सिर्फ भक्तों के जीवन में नहीं बल्कि भक्तों के मृत्यु में भी उसकी महिमा को प्रकट करता है। അവനെ കല്ലെറിയുന്ന ഒരു കൂട്ടം ശത്രുക്കൾ അവന്റെ ചുറ്റിലുമുണ്ട്. स्तेफानोस को पत्थर फेंकने वाले कई सारे എന്നാൽ शत्रु उसके അവന്റെ सामने മേൽ खड़े വന്നു हैं, വീഴുന്ന കല്ലുകളെ അവൻ ശ്രദ്ധിക്കുന്നത്. पर उन पत्थरों को नहीं देख रहा। ഭക്തനായി ജീവിച്ച് ഭക്തനായി അവസാനിക്കുന്ന ഒരു മനുഷ്യൻ भक्त बनकर जीने वाला और भक्त बनकर അവൻ ही मृत्यु पाने वाला एक സ്വർഗ്ഗത്തിലേക്ക് തന്റെ इंसान കണ്ണുകൾ वो ഉയർത്തിയപ്പോൾ अपने स्वर्ग की तरफ आंखों को उठाता സ്വർഗ്ഗത്തിൽ है, അവൻ കാണുന്നത് ദൈവത്തിന്റെ മഹത്വമാണ്. और स्वर्ग में वो परमेश्वर की महिमा को സ്വർഗ്ഗത്തിൽ देख അവൻ रहा है, കാണുന്ന അവന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്ന ദൈവപുത്രനാം और वहां पर वो യേശുവിനെയാണ്. देख रहे करके उसके लिए खड़े रहने वाले यीशु मसीह को അതെ, देख रहा ഇന്ന് है। പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയരെ, सुनने वाले सारे भाई बहनों, ജീവിതത്തിന്റെ അന്ത്യനാഴിക വരെയും जीवन के अंत में भी ഭക്തന്മാരോടൊപ്പം ഈ ദൈവത്തിന്റെ മഹത്വം ആമേൻ നടകൊണ്ടുകൊണ്ടിരിക്കും, അവർക്ക് വേണ്ടി और വെളിപ്പെട്ടുകൊണ്ടിരിക്കും. परमेश्वर की महिमा जो है हर भक्त के जीवन के अंत तक साथ साथ चलते रहती है। പ്രിയരെ, ഇന്ന് ഈ കാലഘട്ടത്തിൽ ഈ ദൈവമഹത്വം വെളിപ്പെടുത്തുവാൻ ആമേൻ. ഭൂമിയിലാക്കിയിരിക്കുന്നത് മറ്റാരെയുമല്ല, എന്നെയും നിങ്ങളെയും, അഥവാ ദൈവസഭയെ. और भाई बहनों को ये भी जानना है करके आज के समय में भी परमेश्वर की महिमा को प्रकट करने के लिए हम सबको इस दुनिया में रखा गया और परमेश्वर के कलीसिया को रखा गया है। സമയത്തിന്റെ പരിമിതികളോട് ഞാൻ വായിക്കുന്നില്ല. 2 കൊരിന്ത്യർ 4 അധ്യായത്തിന്റെ 3 മുതൽ 6 വരെ, അതുപോലെ 3 അധ്യായത്തിന്റെ 7 എന്നുള്ള ഭാഗങ്ങളൊക്കെ നാം വായിക്കുകയാണെങ്കിൽ ദൈവസഭയ്ക്ക് ദൈവം കൈമാറിയിരിക്കുന്ന ഒരനുവാദമാണ്. ആമേൻ. കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ ആമേൻ ലോക ഉൽപ്പത്തി മുതൽ ദൈവത്തിന്റെ മഹത്വം എങ്ങനെ
എങ്ങനെ ലോകത്തിന് മനുഷ്യന് വെളിവാക്കി കൊടുത്തുവോ അതുപോലെ ഈ കാലഘട്ടത്തിൽ ദൈവസഭയുടെ ഈ കാലഘട്ടത്തിൽ ദൈവമഹത്വം ലോകത്തിന് വെളിപ്പെടുത്തുവാൻ ദൈവം ഭൂമിയിലാക്കിയിരിക്കുന്ന ഒരു ഏജന്റാണ് ദൈവത്തിന്റെ സഭ എന്ന് പറയുന്നത്. और जैसे ही पहले लिखा गया करके कुरिन्थ की पुस्तक उसके 3 अध्याय और 4 अध्याय में बताया गया जैसे पुराने ज़माने में परमेश्वर अपनी महिमा को कैसे प्रकट करता था, आज के इस ज़माने में परमेश्वर की कलीसिया इसी कारण के लिए यहाँ पर स्थिर रखा गया ताकि हम सब उसकी महिमा को प्रकट करते रहें. ആമേൻ. ദൈവസഭ തങ്ങളുടെ ജീവിതം കൊണ്ടും തങ്ങളുടെ പ്രവൃത്തികൾ കൊണ്ടും തങ്ങളുടെ ശുശ്രൂഷകൾ കൊണ്ടും ആമേൻ ദൈവത്തിന്റെ മഹത്വം ലോകത്തിന് വെളിപ്പെടുത്തുവാൻ വേണ്ടിയാക്കപ്പെട്ടിരിക്കുന്നു. परमेश्वर की कलीसिया जो अपने स्वभाव से अपने जीवन से जो है परमेश्वर के लोगों को अथवा दुनिया को जो है यहाँ पर अपनी महिमा को कैसे प्रकट करते रहना है. ഹല്ലേലൂയ. കുറെ കാലത്തേക്ക് ഇവിടെ ജീവിക്കുവാൻ വേണ്ടി മാത്രമല്ല എന്നെയും നിങ്ങളെ ദൈവമാക്കിയിരിക്കുന്നത്. सिर्फ यहाँ पर दुनिया में जीने के लिए हमें स्थिर नहीं ചില रखा गया നന്മകൾ है. അനുഭവിക്കുവാൻ വേണ്ടി മാത്രമല്ല ദൈവം നമ്മെ ഇവിടെ सिर्फ ആക്കിയിരിക്കുന്നത്. कुछ आशीषों को पाने के लिए नहीं, അതിനപ്പുറമായി നമ്മുടെ ജീവിതം കൊണ്ട് ദൈവസഭ കൊണ്ട് ദൈവയുടെ ജീവിതം കൊണ്ട് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുവാനിടയായി. बल्कि परमेश्वर की कलीसिया जो है परमेश्वर की महिमा के साथ उसकी महिमा को प्रकट करने के ഹല്ലേലൂയ. लिए है. ദൈവജനത്തെ കണ്ട് ലോകം വിളിച്ചു പറയണം മഹത്വമായി ദൈവത്തിന്റെ സാന്നിധ്യം ഇവിടെ നടുവിലുണ്ട്. हमें सबको परमेश्वर की प्रजा को देखकर दुनिया ऐसी कहनी चाहिए परमेश्वर की महिमा इनमें दिख रही है. നിങ്ങളെയും നോക്കിക്കൊണ്ട് ലോകം വിളിച്ചു പറയണം വാസ്തവമായി ദൈവത്തിന്റെ മഹത്വത്തിന്റെ വാഹകരാണ് ഇവർ. और सच में जब हम सबको दो देखते हैं तो दुनिया को ऐसा कहना है करके परमेश्वर की महिमा हम सब में है. എവിടെയെല്ലാം യഹോവയുടെ പെട്ടകം കടന്നു ചെന്നുവോ അവിടെയെല്ലാം ദൈവ തേജസ് വെളിപ്പെട്ടതുപോലെ ദൈവജനം ദൈവസഭ കടന്നു ചെല്ലുന്ന എല്ലാ ഇടങ്ങളിലും ദൈവത്തിന്റെ മഹത്വം ഈ കാലങ്ങളിൽ വെളിപ്പെടുവാനിടയായി തീരണം. जहाँ पर भी परमेश्वर के संदूक को लेकर गया था वहाँ पर सब परमेश्वर की महिमा प्रकट हुई. उसी समान हम जब जहाँ पर जाते जब कलीसिया जाती है वहाँ सब हम भी परमेश्वर की महिमा को प्रकट करते रहे. വേണ്ടി ഈ കാലഘട്ടങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് എന്നെയും നിങ്ങളെയും. और इस कारण के लिए हमें यहाँ पर चुना गया है. എത്ര പേർക്ക് ഈ ഉന്നതമായ കാഴ്ചപ്പാടുണ്ട്? कितने लोग को ये बड़ी सोच है എത്ര പേർക്ക് ഈ ഉന്നതമായ വ്യക്തതയുണ്ട്? और कितने लोग को ये अच्छी दृष्टि है. ഇന്ന് പകൽക്കാലം എത്ര പേർ അതിനായി തങ്ങളെ തന്നെ कितने സമർപ്പിക്കുവാനിടയായി. लोग ये चीज करने के लिए समर्पण कर सकते हैं. ഈ കാലഘട്ടത്തിൽ നിന്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ നീ എന്നെ തിരഞ്ഞെടുത്തു. हे परमेश्वर इस समय जो है तेरी महिमा को प्रकट करने के लिए तूने मुझे चुन लिया है. അതിനായി സഹായിക്കുമാറാകണമേ. परमेश्वर मुझे मदद कर. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ പ്രവൃത്തികളിലൂടെ അത് വെളിപ്പെടുത്താം. हालेलुया. हमारे कामों से इन चीजों को നമ്മുടെ प्रकट करना है. വാക്കുകളിലൂടെ അത് വെളിപ്പെടുത്താം. हमारे वचनों से उसे നമ്മുടെ प्रकट करना है. ജീവിതത്തിലൂടെ അത് വെളിപ്പെടുത്താം. हमारे जीवन से महिमा प्रकट നമ്മുടെ करनी है. ശുശ്രൂഷകളിലൂടെ അത് വെളിപ്പെടുത്താം. हमारी सेवकाई से प्रकट करना है ഹല്ലേലൂയ. महिमा को. എവിടെയെല്ലാം ദൈവത്തിന്റെ തേജസ് കടന്നു ചെന്നിട്ടുണ്ടോ जहाँ पर भी परमेश्वर की महिमा जाती है, എവിടെയെല്ലാം ദൈവത്തിന്റെ മഹത്വം വെളിപ്പെട്ടിട്ടുണ്ടോ जहाँ पर भी महिमा प्रकट हुई അത് है, വെളിപ്പെട്ടതായ ആർക്കത് വെളിപ്പെട്ടുവോ അവർ തിരിച്ചറിഞ്ഞു हालेलुया. ദൈവം ആരെന്നുള്ളത്. और जहाँ पर भी इस महिमा को प्रकट हुए जिन्होंने ये देखा तो वो जाने करके परमेश्वर कौन है. ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. आकाश जो है परमेश्वर की महिमा को प्रकट करती है. ആകാശവിധാനം അവന്റെ കൈവേലയെ आकाश मंडल जो है उसके कामों को प्रकट करती है. ഹല്ലേലൂയ. ലോക ഉൽപ്പത്തി മുതൽ വെളിപ്പെട്ടുകൊണ്ടിരുന്നതായ ഹല്ലേലൂയ. ദൈവ മഹത്വം Thank you, ഈ Jesus. കാലഘട്ടങ്ങളിൽ എന്നിലൂടെയും നിങ്ങളിലൂടെയും വെളിപ്പെട്ട് കാണുവാൻ ആമേൻ ദൈവം ആഗ്രഹിക്കുന്നു. दुनिया के उत्पत्ति के समान जो भी परमेश्वर की महिमा उस दिन से प्रकट हो रही आज जो है हम में और आप में सोए जिस महिमा को प्रकट होना ഇന്ന് है. പകൽക്കാലം എത്ര പേര് അതിനായി സമർപ്പിക്കും? कितने लोग इन बातों के लिए समर्पण कर सकते നിമിഷം हैं. ദൈവത്തോട് एक പ്രാർത്ഥിക്കാം. बार हम प्रार्थना करेंगे. കർത്താവേ, എന്നെ വ്യത്യസ്തനാക്കി തീർക്കണമേ. हे परमेश्वर मुझे जरा अलग कर. കർത്താവേ, എന്നിലൂടെ परमेश्वर നിന്റെ മഹത്വം വെളിപ്പെടണമേ. परमेश्वर मुझ में से तेरी महिमा കർത്താവേ, प्रकट कर. എന്നിലൂടെ നിന്റെ परमेश्वर വാഗ്ദത്തങ്ങൾ കൈമാറ്റം हे ചെയ്യപ്പെടണമേ. परमेश्वर सारे वायदे जो है मुझ में से पूरा कर. എന്നിലൂടെ നിന്റെ സാന്നിധ്യം മറ്റുള്ളവർ അനുഭവിപ്പാനിടയായി परमेश्वर तेरी തീരണമേ. उपस्थिति जो है मुझ में से जो लोग पता करें. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹത്വം സൃഷ്ടികളിൽ വെളിപ്പെട്ടതുപോലെ परमेश्वर की महिमा जैसे सृष्टि में से पता ആമേൻ. चलती है. അദൃശ്യനായ ദൈവത്തിന്റെ ശക്തിയും ജ്ഞാനവും വെളിപ്പെട്ടതുപോലെ अदृश्य होने वाले परमेश्वर की शक्ति और उसकी ज्ञान जैसे प्रकट കർത്താവേ, होती है. എന്റെ ജീവിതം കൊണ്ട് മറ്റുള്ളവരിലേക്ക് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുമാറ് ജ്ഞാനത്തെയും വിവേകത്തെയുമുള്ള വിവേകവുമുള്ള ഒരു ജീവിതം എനിക്ക് തരണമേ കർത്താവേ. परमेश्वर ऐसे ही तेरी महिमा जो है मुझ में से कई लोग प्रकट कर पाए ऐसा एक बुद्धि और ज्ञान वाला जीवन मुझे देना. ദൈവത്തിന്റെ परमेश्वर സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ടവരാണ്. परमेश्वर के दृश्य में और उसके स्वरूप में कैसे हमारी रचना की गई है. നിങ്ങളെയും മറ്റുള്ള മൃഗജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തരാക്കി ദൈവം इसीलिए मुझे और आपको जो है दूसरे जीव जंतु से अलग बनाया है ദൈവത്തിന്റെ പ്രതിനിധിയായി ഭൂമിയിലായിരിക്കാൻ और വേണ്ടി परमेश्वर को रिप्रेजेंट करते हुए इस दुनिया में रहने के लिए ദൈവത്തിന്റെ ഹിതം ഈ ഭൂമിയിൽ വെളിപ്പെടുത്തുവാൻ और परमेश्वर के हित को पूरा करने के लिए. ദൈവത്തിന്റെ ഇഷ്ടം ഈ ഭൂമിയിൽ വെളിപ്പെടുത്തുവാൻ വേണ്ടി परमेश्वर के जो इष्ट है जो परमेश्वर की इच्छा है उसको पूरा करने के लिए. ദൈവത്തിന്റെ മഹത്വം ഈ ഭൂമിയിൽ വെളിപ്പെടുത്തുവാൻ परमेश्वर का हित उसकी महिमा को प्रकट करने के लिए. ഹല്ലേലൂയ. എത്ര പേർ അതിനായി സമർപ്പിക്കും? कितने लोग समर्पण कर അതേ सकते हैं. മരുഭൂമി യാത്രയിൽ വെളിപ്പെട്ട ദൈവത്തിന്റെ മഹത്വം, और राजस्थान की यात्रा में जो परमेश्वर की महिमा മേഘങ്ങളിൽ दिखी, ദൈവത്തിന്റെ മഹത്വം,
മഹത്വം. बादलों पर जो परमेश्वर की ഹല്ലേലൂയ. महिमा थी, പർവ്വതത്തിൽ ഇറങ്ങിയ ദൈവത്തിന്റെ മഹത്വം, पर्वत पर जो परमेश्वर की महिमा थी, സമാഗമന കൂടാരത്തിൽ ഇറങ്ങിയ ദൈവത്തിന്റെ മഹത്വം, मिलाप के तंबू में जो परमेश्वर की महिमा ആമേൻ, थी, യോർദാനിൽ വെളിപ്പെട്ട ദൈവത്തിന്റെ മഹത്വം, योर्दान के नदी किनारे जो परमेश्वर की ഹല്ലേലൂയ. महिमा थी, യെരിഹോ കോട്ടയുടെ കോട്ടയിൽ വെളിപ്പെട്ട ദൈവത്തിന്റെ മഹത്വം, यरीहो के दीवार के पास जो परमेश्वर की महिमा थी, യുദ്ധത്തിൽ ശത്രുക്കളുടെ പാളയത്തിൽ വെളിപ്പെട്ട ദൈവത്തിന്റെ മഹത്വം, युद्ध में और शत्रु के फाटक में जो परमेश्वर की महिमा प्रकट हुई. ഹല്ലേലൂയ. आमेन, എത്ര हालेलुया. ശ്രേഷ്ഠമായിരുന്നു. कितना श्रेष्ठ था. തിരുവചന ചരിത്രങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ जब इतिहास जब हम पढ़ते हैं, അതെ, ദൈവത്തിന്റെ മഹത്വത്തിന്റെ പ്രത്യേകത ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാതിരിക്കാൻ और കഴിയുകയില്ല. परमेश्वर की महिमा, उसकी खास बात ये जानते हो हम कैसे उसकी स्तुति ना कर കർത്താവായ पाए. യേശുവിലൂടെ അവന്റെ ശുശ്രൂഷകളിലൂടെ അവന്റെ സുവിശേഷത്തിലൂടെ ആ മഹത്വം കൈമാറ്റം ചെയ്യപ്പെട്ടു. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവജനമേ, ദൈവസഭയെ നമ്മുടെ പക്കൽ അവൻ और എത്തിച്ചിരിക്കുന്നു. परमेश्वर की महिमा जो है यीशु मसीह से भी वो प्रकट करते रहे. आज जो सुसमाचार के साथ वो महिमा हमें भी दी गई है, ഇന്ന് പകൽക്കാലം അതിനായി നമ്മെ തന്നെ ഏൽപ്പിക്കും. और आज जो है हम भी अपने आप को ഒരു നിമിഷം समर्पण करें. ദൈവത്തോട് പ്രാർത്ഥിക്കും. एक बार वापस प्रार्थना करेंगे, സമർപ്പണത്തോടെ പ്രാർത്ഥിക്കും. समर्पण के साथ प्रार्थना ഞങ്ങളുടെ നല്ല करेंगे. കർത്താവേ, സ്വർഗീയ പിതാവേ, ये हमारे अच्छे परमेश्वर ഞങ്ങൾ स्वर्गीय पिता, തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയാണ്. तेरे नाम की महिमा അങ്ങയുടെ हो. വചനത്തിനായി ഞങ്ങൾ നന്ദി तेरे वचनों കരയുന്നു. के धन्यवाद करते അങ്ങയുടെ हैं. മഹത്വത്തെക്കുറിച്ച് ഞങ്ങൾക്ക് അല്പമായി ചിന്തിക്കുവാൻ हमने जो तेरे महिमा के बारे में थोड़े बार में सोचा है, എവിടെയെല്ലാം വെളിപ്പെട്ടു എന്നും, अपनी महिमा को जहाँ जहाँ तूने प्रकट किया है, ഞങ്ങളുടെ മഹത്വം ഏതെല്ലാം മേഖലകളിൽ വെളിപ്പെട്ടു तेरी എന്നും महिमा कहाँ कहाँ तूने प्रकट किया है, പകൽക്കാലം തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് ചിന്തിക്കുവാൻ കഴിഞ്ഞു. और वचन से हमने जो सोचा है परमेश्वर, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എന്നെയും ആമേൻ ഞങ്ങളെയും ആമേൻ ആ ദൈവമഹത്വത്തിന്റെ വക്താക്കളായി കർത്താവ് കണ്ടിരിക്കുന്നു എന്നുള്ളതിനാൽ ഞങ്ങൾ സ്തോത്രം और ചെയ്യുന്നു. मुझे और आपको जो है परमेश्वर की महिमा के लिए चुन लिया, इससे धन्यवाद ഇന്ന് करते हैं परमेश्वर. പകൽക്കാലം ഞങ്ങളെ അതിനായി സമർപ്പിക്കും. इसलिए हम पूरा समर्पण करते हैं परमेश्वर. അതിവിദൂര ഭാവിയിൽ ഞങ്ങളുടെ കർത്താവായ യേശു आमेन, हालेलुया. വാനമേഘങ്ങളിൽ തേജസ്സോടെ जब വെളിപ്പെടുവാനിടയായി. आगे के समय हमारे भविष्य में जब यीशु मसीह बादलों पर आने वाले हैं, ആമേൻ, തൻ്റെ സഭ, തൻ്റെ ജനം, തൻ്റെ ഭക്തന്മാർ ആമേൻ തേജസ്സോടെ തേജസ്സിൽ നിന്ന് തേജസ്സിലേക്ക് കടക്കുന്ന ആ മഹത്തരമായ നാളുകളെ ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുകയാണ്. और उसके सारे भक्त, उसकी कलीसिया जो है तेजोमय होकर जो है महिमा में जब आगे बढ़ते रहे, उन दिनों को याद करते हैं ദൈവമേ, परमेश्वर. അതിൻ്റെ പൂർത്തീകരണം വരെയും അതിൻ്റെ പൂർണ്ണത വരെയും അതിൻ്റെ ആമേൻ ആ ലക്ഷ്യത്തിലെത്തുന്നത് വരെയും आमेन. ദൈവസന്നിധിയിൽ ഏകാഗ്രതയുള്ള ജീവിതം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണം. जब इन दिनों के जो पूरा होने तक उसके एकाग्र मन के साथ जो है हमें जीवन जीने ഇന്ന് वाले मदद करना പകൽക്കാലം परमेश्वर. ഞങ്ങൾ എല്ലാവരെയും അതിനായി തിരുക്കരങ്ങളിൽ हम जो है हम सब अपने हाथों में तेरे हाथ में കൃപ सौंपते हैं ഞങ്ങളിൽ परमेश्वर, വീണ്ടും വെളിപ്പെട്ടുകൊണ്ടിരിക്കണം. और तेरी महिमा ऐसी प्रकट करते रहना परमेश्वर. നിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി ഞങ്ങൾ इन ജീവിക്കണം. दिनों में तेरे नाम की महिमा के लिए നിന്റെ हम जीवित हैं നാമത്തിന്റെ परमेश्वर. മഹത്വത്തിനായി ഞങ്ങൾ വേല ചെയ്യട്ടെ. तेरे नाम और तेरी महिमा के लिए हम जो നിന്റെ सेवा करें, നാമത്തിന്റെ മഹത്വത്തിനായി ഞങ്ങൾ और സാക്ഷിക്കേണ്ടത്. तेरे नाम और उसकी महिमा के लिए हम जो गवाही दें. ജീവിതം കൊണ്ടും സാക്ഷ്യം കൊണ്ടും കർത്താവേ, നിന്റെ മഹത്വം വെളിപ്പെടുത്തുന്നവരായിരിക്കാൻ ഞങ്ങൾക്ക് आमेन. കൃപ തരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. हमारे जीवन से, हमारे गवाही से जो तेरे नाम की महिमा हो, ऐसा അങ്ങ് कृपा ഞങ്ങളെ हमें दे परमेश्वर. അനുഗ്രഹിച്ചതിനാൽ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. हमें सबको आशीष दिया, ऐसा धन्यवाद करते എല്ലാ हैं. മഹത്വവും പുകഴ്ചയും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. सारा महिमा और आधार तुझे देते हैं, യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ और यीशु मसीह के श्रेष्ठ नाम से मांगते हैं. ആമേൻ. आमेन, കർത്താവായ आमेन परमेश्वर. യേശുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും Thank you Jesus. പരിശുദ്ധാത്മാവിന്റെ സംസർഗവും Hallelujah. നാം ഏവരോടും സകല വിശുദ്ധന്മാരോടും ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. Amen. ആമേൻ. ആമേൻ. God bless you. परमेश्वर आप सबको आशीष करे.